مولاي صل وسلم دائما أبدا سعد سعيد زبير طلحة وأبي عبيدة وابن عوف العاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും സർവ്വ ഇടങ്ങേറുകളും അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം ലഭിക്കുന്ന മുത്തുനബിയുടെ ശഫാഅത്ത് ലഭിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فصبح بحمد ربك واستغفره إنه كان توابا. صدق الله مولانا العظيم. قال النبي صلى الله عليه وسلم اخترت دعوتي شفاعة لأمتي. قال نبينا وحبيبنا رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى أمة محمد صلى الله عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ അല്ലാഹു കബൂലാകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, ഇൽമിന്റെ വഴിത്താരകളിൽ നമുക്ക് താങ്ങും തണലുമായി നിന്ന നമ്മുടെ ഉസ്താദന്മാർ, അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ പടച്ചുറപ്പ് അല്ലാഹുവിൻ്റെ കരുണ കൊണ്ട്, അവൻ്റെ ഔദാര്യം കൊണ്ട്, ഈ പുണ്യമായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച്
ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ ഒരു പകലിലോ ഷഹീദിനെ പോലെ മരിക്കാൻ കരുണക്കടലായ പടച്ച റബ്ബുക്ക് നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ മാസത്തിലെ ഏറ്റവും പുണ്യമേറിയ ഏറ്റവും മഹത്വമേറിയ ആ പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 ഞാനും നിങ്ങളും അതിലേക്ക് കാലെടുത്തു വെച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും അല്ലാഹു വെളിച്ചത്തിലാക്കി തരുമാറാകട്ടെ. അല്ലാഹു വെളിച്ചത്തിലാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഇന്ന് പ്രഭാഷണത്തിന് വലിയ പ്രസക്തിയില്ല. ഇന്നത്തെ ദിവസം മൗലിദും ദുആയുമാണ്. ഇന്നത്തെ മജ്ലിസിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ദുആയും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എങ്കിലും കുറച്ചു നേരം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാതെ നമുക്ക് പിരിയാൻ കഴിയില്ലല്ലോ. ഏറ്റവും കുറഞ്ഞത് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 പ്രത്യേകത എന്താണെന്നെങ്കിലും ചർച്ച ചെയ്യാതെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കിന്ന് ഇവിടെ നിന്ന് പിരിയാൻ കഴിയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സമയം ഒരുപാടായി. സമയം ഏകദേശം 9 മണി കഴിഞ്ഞു. എല്ലാ ദിവസത്തെക്കാരും താമസിച്ചു ഇൻഷാ അല്ലാഹ്. പക്ഷേ തുടങ്ങാൻ താമസിച്ചാലും നിർത്താൻ താമസിക്കത്തില്ല. കാരണം പേടിക്കേണ്ട, കാരണം കൂടുതൽ വഅദ് പറയാൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് നമുക്കിനിയും, എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ നാളെ ഇതേ സമയം മംഗലാപുരത്താണ് പരിപാടി. ഉള്ളാളം മഖാമ് അല്ലാഹു സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കാരണം ഞാൻ അവിടെ പോയി വഅദ് പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ കൊറോണ തുടങ്ങിയതിന് ശേഷം എങ്ങും പോകാറില്ല. എല്ലാ ദിവസവും മാസങ്ങളായിട്ട് ഈ ലോകത്തിൻ്റെ ഏത് മൂലയിൽ പോയാലും ഞാൻ രാത്രി വീട്ടിലെത്തും. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്ത് വല്ലാത്ത ഒരു വിഷമം. കാരണം ഏകദേശം 6-7 മാസമായിട്ട് വീട്ടിൽ തന്നെയുണ്ട്. മക്കളും വല്ലാത്തൊരു ഫീലിംഗ്. അപ്പം അൽഹംദുലില്ലാഹ്. എങ്കിലും ഞാനിങ്ങനെ ചിന്തിച്ചു, എൻ്റെ പ്രിയപ്പെട്ടവരെ, യാദർശികമായി സാധാരണ ഒരു ഡേറ്റിന് വേണ്ടി മാസങ്ങൾക്ക് മുമ്പേ ഓരോ ആൾക്കാർ വിളിച്ച് ഡേറ്റ് ചോദിച്ചിട്ട് കൊടുക്കാനില്ലാതെയും വളരെ ദുഃഖത്തിൽ പോകുന്ന സമയം. അപ്പം ദിവസങ്ങൾക്ക് മുമ്പ് 2-3 ദിവസം മുമ്പാണ് ഉള്ളാളം മഖാമിൽ നിന്ന് വിളിച്ചത്. അതൊരു സാധാരണ വിളിയായില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്തിൽ ആ ഒരു സാധാരണ വിളിയല്ല. സാധാരണ അവിടെയൊക്കെ ഉറൂസ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഒന്നും ഉറൂസില്ല. അപ്പം അങ്ങനെ വല്ലപ്പോഴൊക്കെ വർഷങ്ങൾ കഴിയുമ്പോഴാണ്, 2-3 വർഷങ്ങൾ കൂടുമ്പോഴാണ് അവിടെ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുക. അപ്പോൾ അവിടെ നിന്നൊരു വിളി വന്നപ്പോൾ അതൊരു നല്ല വിളിയാണെന്ന് കരുതി. കാരണം അൽഹംദുലില്ലാഹ് അള്ളാഹു ആദരിച്ച ഒരു മഹാനാണ് അവിടെ കിടക്കുന്നത്. അള്ളാഹു മഹാന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. കാരണം നമുക്കൊക്കെ അറിയാം, കൂടുതൽ പേരൊന്നും അവിടെ പോയിട്ടില്ലെങ്കിലും നമ്മുടെ ഈ ആടിനെ നേർച്ചയാക്കുന്ന ആ പള്ളിയിലേക്കല്ലേ അല്ലേ? നമ്മൾ അത്ഭുതത്തോടു കൂടി നമ്മളൊക്കെ, എൻ്റെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ കാണാറുണ്ട്, ഇങ്ങനെ ഒരു ആടിങ്ങനെ നടന്നു പോകും. ആ ആടിൻ്റെ കഴുത്തിൽ ഇങ്ങനെ എഴുതിയിട്ടിട്ടുണ്ടാവും, ഇത് ഉള്ളാളം മഖാമിലേക്കുള്ളതാ. നമ്മളൊക്കെ അത്ഭുതത്തോടു കൂടി ചിന്തിക്കണം. എത്രയോ, ഏകദേശം 10-600 കിലോമീറ്റർ ഉണ്ട് ഈ മംഗലാപുരം. ഇവിടെ നിന്നൊക്കെ ഏകദേശം ഒരു 100 കിലോമീറ്റർ കുറയ്ക്കാം, ഇവിടെ നിന്ന് കുറച്ചാലും. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും കിലോമീറ്റർ ഈ ആടുകളൊക്കെ അവിടുത്തെ ഉറൂസാകുമ്പോൾ അവിടെ എത്തും. എങ്ങനെ പോകുന്നു? നമ്മൾ ചിലപ്പോൾ ചോദിക്കും, ഇതൊക്കെ ട്രെയിനിൽ കയറി പോകുന്നതാണോ? ഇതൊക്കെ നമ്മൾ കളിയാക്കുന്ന ആൾക്കാരങ്ങനെ ചോദിക്കാറുണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതൊക്കെ അവിടെ എത്താറുണ്ട്. ആരും അതിനെ അർത്ഥിന്നാറില്ല. അവിടത്തേക്കുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ പോകും? അതങ്ങനെ നമ്മളെക്കാരും വിശ്വാസം, നമുക്ക് വിശ്വസിക്കാനാ മടി. നമുക്ക് വിശ്വസിക്കാനാ നമുക്കിതൊക്കെ പറയുമ്പോൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റുള്ളവർക്ക് എനിക്കിപ്പോഴും ഓർമ്മ വരുന്നു, ഞാൻ UP യിൽ പഠിക്കുമ്പോൾ, ഇന്ന് യോഗി ഭരിക്കുന്ന നാടാണല്ലോ UP. അവിടെ പഠിക്കുന്ന കാലത്ത് ട്രെയിൻ യാത്ര ചെയ്ത ഒരു വലിയൊരു ദുരനുഭവം എനിക്കുണ്ടായി. അപ്പോൾ ആ യാത്രയുടെ ഇടയിൽ എവിടേക്കാണോ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഖാജ അജ്മീറിലേക്കാണോ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവർ വളരെ ബഹുമാനത്തോടു കൂടി, കാരണം അത്രയും നേരം എങ്ങനെയാണോ പെരുമാറി ആ പെരുമാറ്റമല്ല, ഖാജയെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു അജ്മീർ സിയാറത്ത് ചെയ്യാൻ, എന്താ നമ്മുടെ ഇന്ത്യയുടെ സുൽത്താനല്ലേ, അള്ളാഹു സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പം നമ്മളെക്കാരും വിശ്വാസം അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്കുണ്ട്. നമുക്കാണ് ബുദ്ധി കൂടി പോകുമ്പോൾ, ഒരുപാട് പഠനങ്ങളുമായി ബുദ്ധി അമിതമായി കഴിയുമ്പോൾ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൂടെ വരുമ്പോൾ സാധാരണ ഈ സമയത്തൊക്കെ വഅദുകൾ നടക്കാറുണ്ട്. ഇതൊക്കെ ഉണ്ടോ, അതാണോ നോട്ടീസ് ഇറങ്ങുന്ന കാലമാണ്. പക്ഷേ ഈ കൊറോണയൊക്കെ ആയതുകൊണ്ട് അങ്ങനെയുള്ള ഷർറുകളൊന്നും കാണാനില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും ആഖിറവും അല്ലാഹു വെളിച്ചമാക്കി തരുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് സമയം ഏകദേശം 9:30 എത്ര മണി വരെയാ? ഒരു 10:00 പിരിയണ്ടേ? ഇൻഷാ അല്ലാഹ് ഭക്ഷണം കഴിച്ച് എല്ലാവർക്കും ഒരുപാടില്ല. നാളെ നമുക്ക് നാളെ എനിക്ക് കഴിഞ്ഞ് മറ്റേനാൾ വീണ്ടും ക്ലാസ് ഉണ്ട്, വീണ്ടും നമുക്ക് വെള്ളിയാഴ്ച. അപ്പോൾ സമയമുണ്ട്. ഇൻഷാ അല്ലാഹ് ആഹാരവും മറ്റുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടില്ലേ? അപ്പോൾ റെഡിയായില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതൊക്കെ ഉണ്ട്. എല്ലാവരും സന്തോഷത്തോടെ കഴിച്ച് ദുആ ചെയ്ത് പിരിക്കണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആലപ്പുഴയിൽ നിന്നൊക്കെ ആൾക്കാർ വാഴ്ചയൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട യൂസുഫിൻ്റെ പാപ്പായും ഉമ്മായും എനിക്ക് വലിയ അത്ഭുതം തോന്നാറുണ്ട്. ഒരു ആലപ്പുഴയിലുള്ള ചങ്ങനാശ്ശേരി ജോലി ചെയ്യുമ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ആലപ്പുഴയിൽ നിന്ന് അവിടെ വരെ വരും ജുമയൊക്കെ. പാപ്പായും മകനും കുറേ നാളായി. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, പാപ്പായും മക്കളെന്ന് പറഞ്ഞാൽ കൂട്ടുകാരാകണമെന്ന്. അതങ്ങനെ അവരെ കണ്ടാൽ മതി. വളരെ ഫ്രണ്ട്സുകളായിട്ടുള്ളൊരു പാപ്പായും എവിടെയും പോകാൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു ആ ഉപ്പാടെ മുഖത്ത് കാണുന്ന പുഞ്ചിരി അള്ളാഹു മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം, ആ പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം നമുക്കത് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മൾ മുമ്പ് വെള്ളിയാഴ്ച ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം ഒരു സാധാരണ രീതിയിലുള്ള ജനനമല്ല. നമ്മൾ മദ്രസയിലെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ പ്രവാചകന്റെ ജനനവുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങൾ, ചില സംഭവങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. ആ ജനനത്തിന്റെ സമയത്ത് സംഭവിച്ച ചില അത്ഭുതങ്ങളെ കുറിച്ച് നമ്മൾ മദ്രസയിൽ പഠിച്ചവരാ. എങ്ങനെ ലോകത്ത് അത്ഭുതം സംഭവിക്കാതിരിക്കും? കിസ്രയുടെയും കൈസറിന്റെയും കൊട്ടാരങ്ങൾ പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അത്രയും അത്ഭുതങ്ങൾ, അങ്ങനെയുള്ള അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്നത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് അവിടുന്ന് പടച്ചവനോട് തർക്കിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് കടന്നു വന്ന ശപിക്കപ്പെട്ട ശൈത്താൻ ലഅനത്തുല്ലാഹി അലൈഹി, ആ ഇബ്ലീസ് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഇബ്ലീസിനോട് ചോദിച്ചു, നീ നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കരഞ്ഞുപോയിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, സാധാരണ കരച്ചിലല്ല. ഇബ്ലീസ് തന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യനെ പിഴപ്പിച്ച് കഴിയുമ്പോൾ, ഒരു മനുഷ്യനെ നരകത്തിന്റെ അവകാശിയാക്കി കഴിയുമ്പോൾ, ഒരു മനുഷ്യനെ കൊണ്ട് പാപങ്ങൾ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒരാളെ കൊണ്ട് ജീവിതത്തിൽ ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ ഇബ്ലീസിന് വല്ലാത്ത സന്തോഷമാണ്. ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയം അവന്റെ അടുക്കൽ പോയിരുന്നു വഞ്ചിക്കുന്നതിന് വേണ്ടി, അവനെ ചതിക്കുന്നതിന് വേണ്ടി, അവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാതെ അവനെ കാഫിറായി മരിപ്പിക്കുന്ന ഒരവസ്ഥ കാണുമ്പോൾ ഇബ്ലീസിന് വലിയ സന്തോഷമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ സന്തോഷിക്കുന്ന ഇബ്ലീസ് തന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോൾ, അള്ളാഹുവിന്റെ പ്രവാചകനോട് ശപിക്കപ്പെട്ട ഇബ്ലീസ് പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, എന്റെ ജീവിതത്തിൽ ഞാൻ വല്ലാതെ കരഞ്ഞുപോയ 4 അവസരമുണ്ട് നബിയേ. ഇബ്ലീസ് അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്ന തന്റെ ജീവിതത്തിൽ വല്ലാതെ കരഞ്ഞുപോയ, ഇബ്ലീസ് നെഞ്ചുപൊട്ടിയിട്ട് പേടിച്ചു വിറച്ച് കരഞ്ഞുപോയ 4 അവസരമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഒന്നാമതായി ചോദിക്കുന്നു, നീ വല്ലാതെ കരഞ്ഞുപോയ, നിന്റെ ഹൃദയം പൊട്ടുന്ന രീതിയിൽ ദുഃഖം താങ്ങാൻ കഴിയാതെ നീ കരഞ്ഞുപോയ അവസരമേതാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുമ്പോ ഇബ്ലീസ് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഒന്നാമത് വല്ലാതെ പേടിച്ച് കരഞ്ഞുപോയ സമയമേതെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുകയാണ്. പടച്ച റബ്ബ് ആദമിനെ സ്വന്തം കൈകൊണ്ടാണ് അല്ലാഹു സൃഷ്ടിച്ചത്. ആദ്യമായിട്ടൊരു മനുഷ്യനെ പടച്ച റബ്ബ് സൃഷ്ടിച്ചിട്ട് ആ ആദമിന് റൂഹ് കൊടുക്കുകയാണ്. ആ ആദമിന് അല്ലാഹു എല്ലാം പഠിപ്പിച്ചു കൊടുത്തു, ഒരുപാട് അറിവുകൾ പറഞ്ഞു കൊടുത്തു. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് അല്ലാഹു പ്രവാചകനുണ്ടല്ലോ, അല്ലാഹു അവിടുന്ന് അള്ളാന്റെ റസൂല് പറയുകയാണ്, അവിടുന്ന് എല്ലാവരെയും വിളിച്ചു കൂട്ടി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു മലക്കുകളോട് ആദമിന് സുജൂദ് ചെയ്യാൻ.
ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ എല്ലാ മലക്കുകളും സുജൂദ് ചെയ്യുകയാണ്. പക്ഷേ ഇബ്ലീസ് ഉണ്ടല്ലോ, മലക്കുകളുടെ ഉസ്താദാണ്, ഏറ്റവും ഉയർന്ന പദവിയിലുണ്ടായിരുന്ന ഇബ്ലീസ് ഉണ്ടല്ലോ, ഇബ്ലീസ് അവിടെ നിന്ന് പറയുന്നു ഞാൻ സുജൂദ് ചെയ്യില്ല. കാരണം ആദമിനെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണിൽ നിന്നാണ്, എന്നെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് തീയിൽ നിന്നാണ്. ഞാൻ ഇബ്ലീസ് പറയുന്നു ഞാൻ ആദമിനെക്കാളും മഹത്വമുള്ളവനാണ്, അതുകൊണ്ട് ഞാൻ അല്ലാഹുവേ സുജൂദ് ചെയ്യില്ലെന്ന് പറയുമ്പോൾ അവസാനം അല്ലാഹു പറയുന്നത് അനുസരിക്കാതെ വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു ഇബ്ലീസിനെ ശപിക്കുകയാ. എടാ നശിച്ചവന്, എടാ ലഅനത്താക്കപ്പെട്ടവന്, അല്ലാഹു അവിടുന്ന് ശപിച്ചപ്പോ മുത്തുനബി അവിടുന്ന് പറയുന്ന സ്വഹാബാ, ഇബ്ലീസ് പേടിച്ചു മൂത്രമൊഴിച്ചു പോയി. കാരണം ആരാണ് ശപിക്കുന്നതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് സഹിക്കാൻ കഴിയുമോ? നമ്മുടെ ഉമ്മയോ നമ്മുടെ ഉസ്താദന്മാരോ ആരെങ്കിലും നമ്മളെ ശപിക്കുന്നത് നമുക്ക് താങ്ങാൻ കഴിയില്ലല്ലോ. പക്ഷേ ഇബ്ലീസിനെ ശപിച്ചതാരെന്നറിയുമോ? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബുണ്ടല്ലോ, അവനെ ശപിച്ചപ്പോ അവൻ വല്ലാതെ കരഞ്ഞു പോയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇബ്ലീസ് തന്റെ ജീവിതത്തിൽ കരഞ്ഞ ഒന്നാമത്തെ അവസരം, എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മളിൽ പലർക്കും അങ്ങനെ ഒരു തോന്നലുണ്ട്. ആ തോന്നൽ ജീവിതത്തിൽ പാടില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് തോന്നൽ? ചില വാക്കുകൾ പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ചില വാചകങ്ങൾ പറയാൻ പാടില്ല. നമ്മുടെ സംസാരങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചില വാചകമുണ്ട്. ഒന്ന് ഞാൻ, അല്ലേ? ഞാൻ, അത് സാധാരണ വാക്കല്ല, അത് അഹങ്കാരത്തിന്റെ വാക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ, അല്ലേ? ഞാൻ ആരാടാ? പള്ളിയുടെ പ്രസിഡന്റ്, അല്ലേ? ഞാനാരാ? പള്ളിയുടെ സെക്രട്ടറി. ഞാനാരാ? പായിപ്പാട് പള്ളിയിലെ ഖതീബ്. നമുക്ക് ചില തോന്നലുണ്ട് ഞാനെന്ന്, ഇതല്ലേ? ഇബ്ലീസും അത് തന്നെയാ ചോദിച്ചത്. ആദമിനെ അല്ലാഹു സൃഷ്ടിച്ചത് മണ്ണിൽ നിന്ന്, എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്ന്. ഞാൻ എങ്ങനെ ആദമിന് സുജൂദ് ചെയ്യും? വേണമെങ്കിൽ എൻ്റെ കാലിൽ വന്ന് വീഴട്ടെ, എൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു ചിന്ത ഇബ്ലീസിന് വന്നു. അവൻ അല്ലാഹു ശപിച്ചു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ ശാപം, ചിലരുടെ ശാപങ്ങൾ വല്ലാതെ ഭയപ്പെടണം. ചിലരുടെ ശാപങ്ങൾ നമ്മൾ വല്ലാതെ ഭയപ്പെടണം. അങ്ങനെ ശപിക്കാൻ പാടില്ലെന്ന, സത്യത്തിൽ ശപിക്കാൻ പാടില്ല. ചില ഉമ്മമാരുടെയൊക്കെ ശാപം കേട്ട് കഴിഞ്ഞാൽ വല്ലാത്ത ശാപ. ചില ഉമ്മമാരുടെ, ഈ മക്കളെ ശപിക്കുന്ന ഉമ്മമാർ, മാതാപിതാക്കൾ, മക്കളെ ശപിക്കുന്ന മാതാപിതാക്കളുണ്ട്. വല്ലാത്ത ശാപം. ഒരിക്കലും ശപിക്കരുത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ചിലരുടെയൊക്കെ ശാപം കിട്ടിയാൽ വല്ലാത്ത പ്രയാസമാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ശപിക്കാറുണ്ട്. പെണ്ണുങ്ങൾ ഒരിക്കലും മക്കളെ ശാപത്തിന്റെ കാര്യം പോകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണപ്പെട്ടു പോയ ബഹുമാന്യനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഞാനൊരിക്കൽ ഉസ്താദിൻ്റെ അടുക്ക പോയി, ഒരിക്കൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരിക്കൽ ഞാനിങ്ങനെ ഉസ്താദിൻ്റെ അടുക്ക സുബഹിന്റെ സമയത്ത് ഇങ്ങനെ പോയി. വലിയ കാര്യവാസുവിന് തിരക്കൊന്നും ഉണ്ടാവില്ല സമയത്ത്. അങ്ങനെ സുബഹിന്റെ സമയത്ത് എത്തിപ്പറ്റ ഉസ്താദിന്റെ ചാരത്ത് ഇങ്ങനെ നിസ്കാരമൊക്കെ ജമാഅത്തായി കഴിഞ്ഞു. ഉസ്താദിന്റെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മളൊക്കെ ഇങ്ങനെ അടുത്തിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഉസ്താദിന്റെ അടുക്കൽ ഒരു ഉസ്താദ് വന്നു. ഒരു ഉസ്താദ്, പള്ളിയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു ഉസ്താദ് കടന്നു വന്നു. എത്തിപ്പറ്റ ഉസ്താദിന്റെ അടുക്ക വന്നിരുന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, എൻ്റെ മോന് ഭയങ്കര കുരുത്തക്കേടാവുന്ന ദുആ ചെയ്യണം. കേൾക്കണം എല്ലാവരും, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട, ഓരോ വാപ്പമാരും ഓരോ ഉമ്മമാരും വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ബഹുന്ദനായ ഉസ്താദ് അവിടെ കടന്നു പറഞ്ഞു, ഉസ്താദിനോട് പറയാ, എൻ്റെ മോൻ, നമ്മളൊക്കെ പറയാറില്ലേ, ഭയങ്കര കുരുത്തക്കേടാ ഉസ്താദെ, പറഞ്ഞ അനുസരണയില്ല ഉസ്താദ്, ബുദ്ധിയില്ല ഉസ്താദെ, മന്ദബുദ്ധി ഉസ്താദെ. ആരെക്കുറിച്ച്? സ്വന്തം മക്കളെ കുറിച്ച്. ഞാനും നിങ്ങളും പറയാറുണ്ട്, നമ്മുടെ അല്ലാഹു നമുക്ക് വരദാനമായി തന്ന, അമാനത്തായി തന്ന, നമ്മുടെ കണ്ണിന് കുളിർമയുള്ള നമ്മുടെ മക്കൾ. ആ മക്കളെ വെച്ചിട്ടാ നമ്മൾ പറയുന്നത്, ഇവൻ അനുസരണയില്ലാത്തവനാ, ഇവൻ കുരുത്തം കെട്ടവനാ, പറഞ്ഞ അനുസരിക്കത്തില്ല, ബുദ്ധിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മക്കളെ സ്വന്തം മാതാപിതാക്കൾ തന്നെ പറയാറുണ്ട്. ആ സമയത്ത് ബഹുനിനായ ഉസ്താദ് അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ അവന്റെ വാപ്പയാ, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾ ആ കുട്ടിയുടെ വാപ്പയാണ്, നിങ്ങളുടെ നാവ് കൊണ്ട് അങ്ങനെ പറയരുത്. നിങ്ങൾ ആ പറയുന്ന സമയത്തെങ്ങാണം അല്ലാഹുവിന്റെ മലക്കുകൾ ആമീൻ എന്ന് പറഞ്ഞാൽ
അവൻ അനുസരണക്കേട് കാണിക്കുന്നവനായി പോകും. അതുകൊണ്ട് നിങ്ങൾ പറയില്ലേ എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ബഹുമാനായ അത്തിപ്പറ്റ ഉസ്താദ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എത്രയോ സത്യമുള്ള വാക്കുകളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ അങ്ങനെ പറയാറുണ്ട്. ഇതൊക്കെ അവസാനം നമ്മുടെ മക്കൾ അതവർക്ക് ശാപം പോലെ ഇറങ്ങുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അല്ലാഹു അവിടെ ഇബ്ലീസിനെ ശപിക്കുകയാണ്. ആ ശാപം കേട്ടപ്പോഴാണ് ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ഉണ്ടല്ലോ അവിടെ നിന്ന് കരഞ്ഞു പോയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ രണ്ടാമത്തെ അവസരം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ, ഒരാൾക്കും ചിന്തിക്കാൻ കഴിയാത്ത, എത്ര വലിയ ബുദ്ധിയുള്ളവനാണെങ്കിലും അവനൊരിക്കലും ഊഹിക്കാൻ കഴിയാത്ത, ചിന്തിക്കാൻ കഴിയാത്ത പടച്ച റബ്ബിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ. ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ. ഊഹിക്കാൻ കഴിയില്ല, അളക്കാൻ കഴിയില്ല. കാരണം സ്വർഗ്ഗം അത്ര വിശാലമാണ്. അള്ളാന്റെ സ്വർഗ്ഗം വല്ലാത്ത വിശാലമാണ്. എത്ര വഅദ് പറഞ്ഞാലും അത് നമുക്ക് തിരിയില്ല. ഇത് പറഞ്ഞത് ഞാനല്ല, അള്ളാഹ് തന്നെയാ പറഞ്ഞത്. സ്വർഗ്ഗത്തെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകില്ല. കാരണം സ്വർഗ്ഗം അത്രയും വിശാലമാണ്. അതിനകത്ത് അല്ലാഹു അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. അതിലുണ്ട് മുന്തിരിത്തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടുപാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയല്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീ ഒരു പാസുതാ മന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. ഇതാണ് അള്ളാഹുവിന്റെ സ്വർഗ്ഗം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര പറഞ്ഞാലും തിരിയൂല. പണം കൊടുത്താൽ വാങ്ങാൻ പറ്റുമോ? അള്ളാഹുടെ മുന്നിൽ പോയിട്ട് 50 കോടി തരാൻ പടച്ചവനെ സ്വർഗം താന്ന് പറഞ്ഞാൽ പറ്റുമോ? അള്ളാഹുടെ മുന്നിൽ പോയി യാചിക്കാനേ പറ്റൂ. അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു ഇബ്ലീസിനെ പുറത്താക്കി, അവിടെ നാട്ടി പുറത്താക്കി. ഉസ്താദാണെന്ന് നോക്കിയില്ല, ഇറങ്ങടാന്ന് പറഞ്ഞു. എൻ്റെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങടാ എന്ന് അള്ളാഹു ആട്ടിയിറക്കിയപ്പോ ആദം നബി പോലും കരഞ്ഞുപോയി എന്ന് ചരിത്രം പറയാ. ആദം നബി പോലും അവിടെ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിൽ താമസിക്കുന്ന ആദം നബിയെ കണ്ടപ്പോൾ സങ്കടം തോന്നിയെന്ന. കാരണം ഏത് ലോകത്ത് നിന്നാണ് ദുഃഖവും പ്രയാസവും വേദനയും പട്ടിണിയും പ്രതിസന്ധിയും ഒന്നും അറിയാത്തൊരു സ്ഥലത്ത് നിന്ന് അള്ളാഹ് ആദം നബിയെ പുറത്താക്കിയേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗത്തിൽ നിന്ന് ഇബ്ലീസിനെ പുറത്താക്കിയപ്പോ അവനെ വല്ലാതെ കരഞ്ഞുപോയെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ മൂന്നാമതായിട്ട് ഇബ്ലീസ് കരഞ്ഞ സമയം ഏതെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്ന പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച രാവിലെയാണല്ലോ ലോകത്തിന്റെ നേതാവ് ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്നത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നപ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പോലും പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഖുർആൻ പോലും പറഞ്ഞല്ലോ പ്രവാചകന് കാരുണ്യമാണ്. ഈ ലോകത്തുള്ള സർവർക്കും കാരുണ്യമായിരുന്നല്ലോ. ആ കാരുണ്യത്തിന്റെ പ്രവാചകൻ ദുനിയാവില് മാത്രമല്ല ആഖിറത്തിലും പ്രവാചകന് കാരുണ്യമാണല്ലോ. നമ്മുടെ കയ്യിൽ പിടിക്കാൻ ആ പ്രവാചകനല്ലേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാത്തിനെയും വല്ലാതെ സ്നേഹിച്ചിരുന്നല്ലോ. പ്രവാചകന് കാരുണ്യമാണ്. മദ്രസയിൽ പഠിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളതാ മാൻപേടയുടെ കഥ കേട്ടിട്ടുണ്ട്. മാൻപേടയുടെ കഥ കേട്ടിട്ടുണ്ട്. അല്ലാഹുവേ, മൃഗങ്ങളുടെ കഥ കേട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് മാൻപേട സംസാരിച്ച ചരിത്രം നമുക്കറിയുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഒട്ടകം പരാതി പറഞ്ഞ കഥകളുണ്ടല്ലോ. കുതിരകൾ കഥ പറഞ്ഞ കഥയുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ഒരു സഹാബിയതാ ആദാ സഹാബി അല്ലാഹുവിന്റെ റസൂൽ കാണുമ്പോ ചോദിക്കും, നിന്റെ കിളിക്ക് സുഖമാണോ? നിന്റെ കിളിയെ വീട്ടിൽ വളർത്തുന്ന
പറക്കുന്ന കിളിയെക്കുറിച്ച് പോലും അള്ളാഹുവിന്റെ പ്രവാചകന് ചോദിക്കുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ ആ പ്രവാചകൻ ഈ ഭൂമുഖത്തേക്ക് ആമിന റളിയല്ലാഹു തആല ആമിന ബീവിയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോ യാ റസൂലല്ലാഹ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വല്ലാതെ കരഞ്ഞു പോയി നബിയേ. ഇബ്ലീസ് മുത്തുനബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് നാലാമതായിട്ട് ശപിക്കപ്പെട്ടവന് പറയുകയാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ കരഞ്ഞു പോയ നാലാമത്തെ സമയം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയുണ്ടല്ലോ, ആ ഫാത്തിഹ ഇറങ്ങിയ സമയത്താണ് മുത്തുനബിയേ ഞാൻ വല്ലാതെ കരഞ്ഞു പോയതെന്ന പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടെ നിന്ന് ഇബ്ലീസ് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസ് കരഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ ആ ഫാത്തിഹയുടെ മഹത്വമാണ് ഞാനും നിങ്ങളും വെറുതെ ഓതിക്കളയാറുണ്ടല്ലോ. എങ്കിൽ യഥാർത്ഥത്തിൽ ഫാത്തിഹയുടെ മഹത്വം എന്താണെന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളൊക്കെ ഓതാറുള്ള സൂറത്തുൽ ഫാത്തിഹ, ആ ഫാത്തിഹയുടെ മഹത്വം ചിന്തിച്ചു നോക്ക്. ആ സൂറത്ത് ഇറങ്ങിയപ്പോഴാ ഇബ്ലീസ് കരഞ്ഞു പോയത്. അപ്പൊ അത് സാധാരണ സൂറത്തല്ല, അത് ഫാത്തിഹ സാധാരണ സൂറത്തല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, ഫാത്തിഹ ശിഫയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്നാണ്, ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഫാത്തിഹയെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസ് പോലും അവിടെ നിന്ന് കരഞ്ഞു പോയെന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കതൊരു സാധാരണ ദിവസമാണെന്ന് പറയാൻ കഴിയില്ല. അതൊരു സാധാരണ ദിവസമാണെന്ന് പറഞ്ഞ് എല്ലാ ദിവസത്തെ പോലെ ഒരു സാധാരണ ദിവസം അന്നാണ് പ്രവാചകൻ ജനിച്ചത്, അന്നാണ് പ്രവാചകൻ വഫാത്തായത്. ഈ കാണിക്കുന്ന കോമാളിത്തരങ്ങളൊക്കെ ഇസ്ലാമിലുള്ളതാണോ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്, നാണംകെടുത്തുന്നവരുണ്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉ, ആ ദിവസത്തിന്റെ മഹത്വം അറിയുമോ? ആ ദിവസത്തിന്റെ മഹത്വം അറിയുമോ? ഒരേ ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാ, ഒരേ ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാ. ഈ ചരിത്രം കേട്ട് കഴിയുമ്പോ നിങ്ങൾ തീരുമാനിക്കൂ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന്റെ മഹത്വം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ എന്റെ പ്രിയപ്പെട്ടവരെ ഒരേ ഒരു ചരിത്രം പറഞ്ഞു തരാ. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ അവിടെ നിന്ന് ചരിത്രം പറയുകയാണ്. ഒരൊറ്റ ചരിത്രം ഞാൻ പറഞ്ഞു തരാം, അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്താ ഒരു മടിയുള്ളത് പോലെ? നാളത്തെ ദിവസത്തിന്റെ മഹത്വം അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മളൊക്കെ ജീവിക്കണം? അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രത്തിൽ അബൂലഹബ് എന്ന് പറയുന്ന ഒരുത്തിനെ അറിയാം ഇല്ലേ? അറിയോ അബൂലഹബിനെ? അബൂജഹലിനെ അബൂലഹബിനൊക്കെ അറിഞ്ഞില്ലേ പിന്നെ നമ്മളൊക്കെ ആരാ അല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. അബൂലഹബിനെ അറിയണമെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തബ്ബത് യദാ, അടുത്ത ചോദ്യം നോക്ക്, തബ്ബത് യദാ. പേര് ഓർമ്മയുണ്ടില്ലേ? അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞു തന്നൊരു സൂറത്ത്. അപ്പൊ അബൂലഹബ്, ഈ അബൂലഹബ് മരണപ്പെട്ടു പോയി. പ്രവാചകനോട് വലിയ സ്നേഹമൊന്നും ഇല്ലായിരുന്നല്ലോ. അബൂലഹബിന്റെ സ്വഭാവം അറിയാലോ, അബൂലഹബിന്റെ സ്വഭാവം നമുക്കറിയുമല്ലോ. ആ ലാനത്താക്കപ്പെട്ടവന് ചത്തുപോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അവനേതാ അബ്ബാസ് എന്ന് പറയുന്ന സഹോദരൻ അവിടെ നിന്ന് സ്വപ്നം കാണുകയാണ്. മരണപ്പെട്ടു പോയവരെ സ്വപ്നം കാണുമല്ലോ. അവിടെ നിന്ന് സ്വപ്നം കണ്ടപ്പോ അവിടെ നിന്ന് ചോദിക്കുന്നു, മാഹാലുക, നിന്റെ അവസ്ഥ എങ്ങനെയാണ്? മരിച്ചുപോയ അബൂലഹബിനോട് തന്റെ സഹോദരൻ അവിടെ നിന്ന് സ്വപ്നത്തിൽ കണ്ടപ്പോൾ അവിടെ നിന്ന് ചോദിക്കുകയാണ്, നിന്റെ അവസ്ഥ എന്താണ്? അവിടെ നിന്ന് പറയുന്നു, ഫിന്നാരി ഇല്ലാ അന്നഹു യുഖഫിഫു അലയ്യ കുല്ല ലൈലത്തിൻ ഇസ്നൈൻ വഅമുസ്സു മിൻ ബൈനി ഇസ്ബഇ മാഅൻ ബിഖദ്രി ഹദാ.
എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെന്ന് പറയുകയാണ്, ഇമാം ബുഖാരിയിൽ ഈ ഹദീസ് കാണാം, അബൂ ദാവൂദിൽ ഈ ഹദീസ് കാണാം. അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് പറഞ്ഞു കൊടുത്തതെന്നറിയുമോ? എന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഞാൻ നരകത്തിലാണ്. എന്റെ കബർ മുഴുവനും തീയാണ്. എന്റെ കബറിന്റെ അകത്ത് പാമ്പുകളും തേളുകളും പുഴുക്കളുമാണ്. അല്ലാഹു തീ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. എന്റെ കബറിന്റെ അകത്ത് വല്ലാത്ത ശിക്ഷയാ. എങ്കിലും അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്ന തിങ്കളാഴ്ച ദിവസമെത്തിയാൽ അവിടെന്ന് അബൂ ലഹബ് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെന്ന് തിങ്കളാഴ്ച ദിവസമെത്തിക്കഴിഞ്ഞാൽ സാധാരണ ദിവസം പോലെയല്ല. അന്നത്തെ ദിവസം ശിക്ഷയ്ക്കൽപ്പം കുറവുണ്ട്. അന്നത്തെ ദിവസം തിങ്കളാഴ്ച ദിവസം എത്തിക്കഴിഞ്ഞാൽ എന്റെ കബറിന്റെ അകത്ത് ശിക്ഷയ്ക്ക് ചെറുതായിട്ടൊരു കുറവ് വരികയാണ്. എന്നിട്ട് അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, എന്റെ കൈകളുടെ വിരലുകളുണ്ടല്ലോ. അബൂ ലഹബ് കാണിച്ചു കൊടുക്കുകയാണ്. അബ്ബാസ് തങ്ങളോട് കാണിച്ചു കൊടുക്കുന്ന എന്റെ ഈ കൈവിരലുകളുണ്ടല്ലോ, ഈ കൈവിരലുകൾ ഇടയിലൂടെ എനിക്ക് വെള്ളം ഇങ്ങനെ അല്ലാഹു തരുന്നുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും എന്റെ കബറിന്റെ അകത്ത് തീയതാ, നരകത്തിന്റെ കവാടം ചെറുതായിട്ടും നടക്കുകയാണ്. എനിക്കന്ന് വല്ലാത്ത ശിക്ഷയില്ല. അന്നത്തെ ദിവസം മാത്രം എനിക്ക് അല്ലാഹു അദാബ് കുറച്ചു തരുന്നു. എന്റെ രണ്ട് കൈകളുടെ വിരലുകൾക്കിടയിലൂടെ അല്ലാഹു എനിക്ക് കുടിക്കാൻ വെള്ളം തരുന്നു. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവേ, അല്ലാഹുവിന്റെ പ്രവാചകനെ ഒരുപാട് വേദനിപ്പിച്ച, ഒരുപാട് റസൂലുള്ളാഹിയെ കളിയാക്കിയ, അല്ലാഹുവിന്റെ പ്രവാചകനെ ഒരുപാട് കണ്ണീര് കുടിപ്പിച്ച, പ്രവാചകനെ ഭ്രാന്തനെന്ന് വിളിച്ച ഇവൻ അല്ലാഹു തിങ്കളാഴ്ച ദിവസം മാത്രം അല്ലാഹു അദാബ് കുറച്ചു കൊടുക്കാറുള്ള കാരണം എന്തെന്നറിയുമോ? അവന്റെ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം കൊടുക്കാറുള്ള കാരണം എന്തെന്നറിയുമോ? അവൻ തന്നെ പറയുകയാണ്, അവൻ തന്നെ പറയുകയാ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്ന ദിവസമുണ്ടല്ലോ, ആ റബീഉൽ അവ്വൽ 12 ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകനെ ജനിച്ച ദിവസം. അതാ സുവൈബത്ത് എന്ന് പറയുന്ന ഇവന്റെ ഒരു അടിമ പെണ്ണുണ്ട്. ഇവന്റെ അടിമയാണ്, ഇവന്റെ അടിമ പെണ്ണാണ് സുവൈബത്ത്. ആ സുവൈബത്ത് എന്ന് പറയുന്ന പെണ്ണ് വന്നിട്ട് അവനോട് പറഞ്ഞു, മുഹമ്മദ് ജനിച്ചെന്നു, അല്ലാഹുവിന്റെ പ്രവാചകനെന്ന ആ പിഞ്ചുകുഞ്ഞ് ജനിച്ചെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചതിന്റെ സന്തോഷത്തിൽ ആ വന്നു പറഞ്ഞ അടിമയായ സുവൈബത്ത് എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനോട് പറഞ്ഞു, നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുകയാണ്, നിന്നെ ഞാൻ സ്വതന്ത്രയാക്കിയിരിക്കുകയാണ്. ആ അടിമ പെണ്ണിനെ അവിടെ നിന്ന് മോചിപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, അബ്ബാസ് തങ്ങളോട് അബൂ ലഹബ് പറഞ്ഞു കൊടുക്കുകയാ, ആ പെണ്ണ് മുത്തി നബിക്ക് പാല് കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന് മുല കൊടുത്ത പെണ്ണാണ് സുവൈബത്ത്. അല്ലാഹുവിന്റെ പ്രവാചകന് ജനിച്ചെന്ന് പറഞ്ഞപ്പോ ആ പറഞ്ഞ അടിമ പെണ്ണിനെ മോചിപ്പിച്ചതിന് പകരം അല്ലാഹു എല്ലാ തിങ്കളാഴ്ചയും എന്റെ കബറിന്റെ അകത്ത് ശിക്ഷ കുറച്ചു തരുമെന്ന് അവിടെന്ന് പറഞ്ഞു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു എന്ന് തന്റെ അടിമയായ സുവൈബത്ത് എന്ന് പറയുന്ന പെണ്ണ് വന്നു പറഞ്ഞപ്പോ നബി ജനിച്ച സന്തോഷത്തിൽ ആ പറഞ്ഞ അടിമ പെണ്ണിനോട് പറഞ്ഞു, നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു. ആ സന്തോഷത്തിൽ നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു എന്ന് മോചിപ്പിച്ചു വിട്ടു. ആ സന്തോഷത്തിൽ മോചിപ്പിച്ചു വിട്ടതിന് പകരം അല്ലാഹു അദാബ് കൊണ്ട് എല്ലാ ദിവസവും അദാബാണെങ്കിലും തിങ്കളാഴ്ച ദിവസം ചെറിയ ഒരു പരിഗണന കബറിലുണ്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു എന്ന് അബ്ബാസ് തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഖുർആൻ പോലും ശപിച്ച അവൻ ഇത്രയും കാരുണ്യമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നിസ്കരിച്ച് സുജൂദിൽ കിടക്കുമ്പോ കുടൽമാല കൊണ്ടുപോയി പുഴുത്തുനാറിയ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുപോയി തലയിലിടറ എന്ന് ആൾക്കാരോട് പറഞ്ഞു വിട്ട് ഇവൻ ഇത്രയും പരിഗണനയുണ്ടെങ്കിൽ ജനിച്ച ഓർമ്മ വെച്ച കാലം മുതൽ
ഓർമ്മ വെച്ച കാലം മുതൽ മുത്തുനബിയെ ഹൃദയത്തിന്റെ അകത്ത് കൊണ്ടു നടക്കുന്ന ആ പ്രവാചകന്റെ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ ആ പ്രവാചകന്റെ മൗലിദ് പാരായണം ചെയ്യുന്ന ആ പ്രവാചകന്റെ പേര് പറയുമ്പോ സ്വലാത്ത് പറയുന്ന ആ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമാണെന്ന് പറയുന്ന നമുക്കെന്തായിരിക്കും പ്രതിഫലം? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നമുക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം എന്തായിരിക്കും? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ദിവസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. ആ പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ 12 നമ്മളുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് ചരിത്രത്തിൽ കാണാം, മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാ. ആ ഗ്രന്ഥങ്ങൾ എഴുതിയ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഫഅൻഫഖതുഹു അലാ ഖിറാഅത്തി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനവറുകൾ പറയുകയാണ്, ഉഹദ് മലയോളം സ്വർണം അല്ലാഹു എനിക്ക് നൽകിയാലും, ഉഹദ് മലയോളം സ്വർണം അല്ലാഹു എനിക്ക് നൽകിയാലും അത് മുത്തുനബിയുടെ മധു പറയുന്നതിന് വേണ്ടി ചിലവഴിക്കാൻ എനിക്ക് വല്ലാത്ത സന്തോഷമാണെന്ന് മഹാനായ ഹസൻ ബസ്രി തങ്ങൾ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകനോടുള്ള മഹബ്ബത്താണ്, അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹമതായിരുന്നു. അതുകൊണ്ട് ആ സ്നേഹമാണ് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ വേണ്ടത്. ആ പ്രവാചകനെ നാളെ നമ്മളെ സഹായിക്കാൻ കഴിയോ? ആരാരും സഹായിക്കാനില്ലാത്ത പടച്ചറബിന്റെ പരലോകമുണ്ടല്ലോ. അവിടെ കയ്യിൽ പിടിക്കാൻ വേറെ ആരുമില്ല, അവിടെ സഹായിക്കാൻ വേറെ ആരുമില്ല. നഫ്സി നഫ്സി എന്ന് വിളിച്ചുകൊണ്ട് സ്വന്തം യാ വൈലത്താ യാ ഹസ്റത്താ, എന്റെ നാശമേ എന്റെ നാശമേ എന്ന് നിലവിളിച്ചുകൊണ്ട് നടക്കാനല്ലാതെ സഹായിക്കാൻ ആരുമില്ലാത്ത ദിവസത്തില് നബിയെ നമ്മുടെ കയ്യിൽ പിടിക്കാൻ കാണൂ, നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ എല്ലാവരും പടച്ചവനെ പരലോകത്ത് കിടന്ന് ഓടുകയാണ്. എല്ലാവരും കൂടെ ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാം നമ്മുടെ പിതാവാണല്ലോ. ആദം നബിയുടെ ചാരത്ത് ചെന്നിട്ട് പറയുന്ന, വാപ്പാ, നിങ്ങളെ അല്ലാഹുവാണ് സൃഷ്ടിച്ചത്, അല്ലാഹുവാണ് നിങ്ങൾക്ക് റൂഹ് ഊതിയത്, അതുകൊണ്ട് ഞങ്ങളെ കൂടെ ഒന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകുമോ? വാപ്പ ആദം നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ മക്കളായ നമ്മൾ എല്ലാവരും ചെന്നിട്ട് പറയും, ഇന്ന് സ്വന്തം വാപ്പയ്ക്ക് വേണ്ട, ഉമ്മയ്ക്ക് വേണ്ട, ഭാര്യയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, എല്ലാവരും കൈയൊഴിഞ്ഞിരിക്കുന്നു. വാപ്പ, അള്ളാഹു ആദ്യമായിട്ട് നിങ്ങളെയാ സൃഷ്ടിച്ച്, നിങ്ങൾക്ക് അള്ളാഹുവാണ് റൂഹ് ഊതിയത്, അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകോ? ആദം നബി പറയും, എന്റെ പൊന്നാര മക്കളെ, വാപ്പാടെ കാര്യം തന്നെ ആകെ കഷ്ടത്തിലാണ്. ഇന്നത്തെ ദിവസം ഞാൻ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. കാരണം യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. ചരിത്രം അറിയല്ലോ. സ്വർഗ്ഗത്തിൽ നിന്ന് പഴം തിന്ന വിഷയത്തിൽ അല്ലാഹു ഇന്ന് എന്നോട് ചോദിക്കുമ്പോൾ എന്തു പറയണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അതുകൊണ്ട് 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നബിയാണ് നൂഹ് നബി അലൈഹിസ്സലാം. പോയി നോക്ക്. എല്ലാവരും കൂടെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചാരത്തിലും നൂഹ് നബി പറയും, എന്റെ പൊന്നാര ചങ്ങായിമാരെ, എന്റെ കാര്യം വളരെ പ്രയാസത്തില. എന്റെ മോൻ വെള്ളത്തിന്റെ അകത്ത് മുങ്ങിച്ചാവുന്ന സമയം ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം പടച്ചറബിനോട് ചോദിച്ചു പോയി. അതുകൊണ്ട് ഇന്നത്തെ ദിവസം എന്റെ കാര്യം വളരെ പരിതാപകരമാണ്. അതുകൊണ്ട് അപ്പുറത്തിരിക്കുന്ന മൂസാ നബി അലൈഹിസ്സലാം അങ്ങോട്ട് പറഞ്ഞു വിടും. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ എല്ലാവരും ചെന്നിട്ട് പറയും, എന്റെ പൊന്നാര കലീമുള്ള അള്ളയോട് സംസാരിച്ച നബിയല്ലേ നിങ്ങള്, നമ്മളെ ഒന്ന് സഹായിക്ക്. എന്റെ പൊന്നാര മക്കളെ, ഞാൻ ഒരുത്തനെ കൊന്നവനാ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാനൊരാളെ കൊന്ന പ്രവാചകനാ. അതുകൊണ്ട് നിങ്ങൾ അടുത്തടുത്തേക്ക് ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ പടുക്കലേക്ക് പോയി അവസാനം ഈസാ നബി വരെ എത്തി. അവസാനം എല്ലാവരും കൈയൊഴിയുമ്പോൾ നമ്മളെ കൊണ്ടുപോകാൻ ആകെയുള്ള പ്രവാചകൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ പ്രവാചകനെ നമ്മളെ കൊണ്ടുപോകാൻ കഴിയൂ. ആ പ്രവാചകൻ അല്ലാഹു ശഫാഅത്ത് ചെയ്യാനുള്ള അവസരം കൊടുക്കുമ്പോൾ ആ മുത്തുനബിയുടെ കയ്യിൽ പിടിച്ച് സ്വർഗ്ഗത്തിൽ പോകണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മുത്തുനബിയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിലെ വെള്ളം വാങ്ങിച്ചു കുടിക്കാൻ കരുണക്കടലായ പടച്ചുറപ്പ് നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ലോകത്തിന്റെ നേതാവ് അവിടെന്ന് പറയുകയാണ്. അതാ ഒന്നാമതായി കടന്നു വന്ന സഹാബിയെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, അബ്ശിറൂ ജന്നാ,
അബൂബക്കറെ നീ സ്വർഗ്ഗത്തിലാണ്. ഖത്താബ് തങ്ങളോട് പറയുകയാണ്, ഉമറും ഫിൽ ജന്ന, ഉമറും സ്വർഗ്ഗത്തിലാണ്. എന്നിട്ട് പറയുന്നു, ഉസ്മാനും ഫിൽ ജന്ന, ഉസ്മാനെ നീയും സ്വർഗ്ഗത്തിലാണ്. എന്നിട്ട് നാലാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞതാരോടാണ്? അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ചരിത്രം പഠിച്ചവരെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ചരിത്രം പഠിച്ചവരെ, ഉസ്മാൻ തങ്ങളുടെ ചരിത്രം പഠിച്ചവരെ. നാലാമത്തെ ഖലീഫയാരാ? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, അലിയും ഫിൽ ജന്ന, അലിയെ നീയും നാളെ സ്വർഗ്ഗത്തിലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ തങ്ങളുടെ ജനനം അവിടത്തെ ജീവിതം പഠിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ജീവിതം പഠിച്ചു. ഉസ്മാൻ തങ്ങളുടെ ജീവിതം പഠിച്ചു. അലിയാര് തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു, അലിയേ നീ സ്വർഗ്ഗത്തിലാണ്. ആരാണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറുപ്രായത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ എടുത്തു വളർത്തിയ മകനാണ് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. ചെറുപ്പം മുതലേ പ്രവാചകന്റെ വീടിന്റെ അകത്ത് വളർന്ന ചെറുപ്പക്കാരനാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാ? മഹാനായ അബൂ താലിബിന്റെ പ്രിയപ്പെട്ട മകനാണ് അലി ഇബ്നു അബീ ത്വാലിബ്. അലിയാര് തങ്ങൾ അബൂ താലിബിന്റെ മകനാണ്. പടച്ചവനെ, പ്രവാചകനെ എടുത്തു വളർത്തിയത് അബൂ താലിബ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പിതാവ്. ജനനത്തിന് മുമ്പേ മുത്തുനബിയെ കൈവിട്ടു പോയല്ലോ. കണ്ടുമുതിരുന്നതിന് മുമ്പ് ഉമ്മയും കൈവിട്ടു പോയല്ലോ. ആയ മുത്തുനബിയെ അവിടുന്ന് അബൂ താലിബാണ് എടുത്തു വളർത്തിയത്. പ്രവാചകനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അവിടുന്ന് ചരിത്രം പറയുകയാ, സ്വന്തം മക്കള് 4 മക്കളുണ്ടായിരുന്നു. അബൂ താലിബിന് അല്ലാഹുവേ സ്വന്തം മക്കളെക്കാളും സ്നേഹം അല്ലാഹുവിന്റെ റസൂലിനോടാ. സ്വന്തം മക്കളെക്കാളും സ്നേഹം അബൂ താലിബിന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകനെ എടുത്തു വളർത്തി. കാരണം വാപ്പയും പോയി ഉമ്മയും പോയി ആരുമില്ലാതെ വന്നപ്പോ അബൂ താലിബാണ് അവിടെ നിന്ന് എടുത്തു വളർത്തിയത്. അവിടെ നിന്ന് ചരിത്രം പറയുന്നു, അബൂ താലിബിന്റെ ചുമലിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒപ്പം പോയാലും മക്കളെ കയറ്റിയില്ലെങ്കിലും മുത്തുനബിയെ കയറ്റും. സ്വന്തം മക്കളെ ചുമലിൽ കയറ്റി ഇരുത്തിയില്ലെങ്കിലും റസൂലുള്ളാഹി തങ്ങളെ എപ്പോഴും ചുമലിൽ കയറ്റിയിട്ടാ നടക്കാറ്. തഴമുണ്ടായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂ താലിബിന്റെ ചരിത്രം, മുത്തുനബിയുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ അബൂ താലിബ് മുത്തുനബി എത്ര സ്നേഹിച്ചിരുന്നു എന്ന് അവിടുത്തെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ കഴിയും. ശത്രുക്കൾ പോലും പ്രവാചകനെ ഉപദ്രവിക്കാതിരുന്നത് അബൂ താലിബ് ഉള്ളത് കാരണം അബൂ താലിബ് ശത്രുപക്ഷത്തിലെ വലിയ എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അത് കാരണം ആരും പ്രവാചകന്റെ അബൂ താലിബിന്റെ വഫാത്തിന് ശേഷമാണ് പ്രവാചകനെ ഉപദ്രവിക്കാൻ തുടങ്ങിയത്. എല്ലാവരും അത്രയ്ക്കും സ്നേഹമായിരുന്നു. അബൂ താലിബ് ഏത് കാര്യത്തിനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപന്തിയിൽ ചോദിക്കാനും പറയാനും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ വേദനയുണ്ടായ ഒരു സംഭവമായിരുന്നല്ലോ. അബൂ താലിബ് മുസ്ലിമായിട്ടല്ല മരണപ്പെട്ടു പോയത്. അവിടെ നിന്ന് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോൾ പോയിരുന്നിട്ട് കയ്യും കാലൊക്കെ ഒന്ന് പറ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരൊറ്റ പ്രാവശ്യം ഞാൻ കൊണ്ടുപോകാൻ നിങ്ങളെ സ്വർഗത്തിൽ, ഒരേ ഒരു പ്രാവശ്യം പറ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറഞ്ഞില്ല. കാരണം എന്തേ? അവിടെ നിന്ന് അബൂ താലിബിന് അറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് മുഴുവനും ശരിയാണെന്ന് അറിയാം. പക്ഷേ എന്ത് ചെയ്യാൻ, ഇന്നും അങ്ങനെയാണല്ലോ, ഈഗോ. പലരുടെയും മുന്നിൽ ഒറ്റപ്പെട്ടു പോകും. എല്ലാവരും ഞാൻ ഭീരുവാണെന്ന് പറയും. അവസാനം മുസ്ലിമായി പോയല്ലോ, മുഹമ്മദിന്റെ കൂടെ പോയല്ലോ എന്ന് എന്നെ ഭീരുവെന്ന് നാട്ടുകാർ പറയും. അതുകൊണ്ട് ഞാൻ പറയില്ല. തല മുതൽ തടകാൻ തുടങ്ങി. മരിക്കാൻ കിടക്കുന്ന സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചാരത്ത് ചെന്നിരുന്നിട്ട് തലഭാഗം മുതൽ ശരീരത്തിങ്ങനെ തടക. ഒരേ ഒരു പ്രാവശ്യം പറ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം കാലിന്റെ ഭാഗം എത്തിയപ്പോ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് കയ്യങ്ങ് തട്ടിമാറ്റി. അവിടുന്ന് തട്ടിമാറ്റിയിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുത്തു, നബിയേ, ഹിദായത്ത് കൊടുക്കുന്നവൻ അങ്ങല്ല, അല്ലാഹുവാ ഒരു മനുഷ്യന് ഹിദായത്ത് കൊടുക്ക്. കൈ തട്ടിമാറ്റി. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ആർക്കാ? അബൂ താലിബിനാ.
പ്രവാചകന് തല മുതൽ കാലിന്റെ ഭാഗം വരെ തൊട്ടു. പ്രവാചകൻ തൊട്ട സ്ഥലം നരകം തൊടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൊട്ട സ്ഥലം നരകം തൊടൂല. അപ്പം ശരീരം തല മുതൽ കാലിന്റെ മുകൾ ഭാഗം വരെ തടകി, കാലിന്റെ അടിഭാഗത്ത് തടകാൻ പറ്റിയില്ല. അതുകൊണ്ട് നാളെ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അബൂ താലിബിനാണ് 2 ചെറിയ ചെരുപ്പുകൾ, തീയാലുള്ള 2 ചെറിയ ചെരുപ്പുകൾ. ആ ചെരുപ്പ് കാലിലെടുത്ത് ധരിച്ചാൽ തലച്ചോറ് തിളച്ചു മറിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചെരുപ്പ് ധരിക്കുമ്പോ തലച്ചോറ് തിളയ്ക്കുന്നുണ്ടെങ്കിൽ ഈ തീക്കകത്തിട്ട് കത്തിക്കുന്നവന്റെ അവസ്ഥ എന്തായിരിക്കും ആലോചിച്ച് നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ. അപ്പൊ പ്രവാചകനെ എടുത്തു വളർത്തിയ അബൂ താലിബിന്റെ മകനാണ് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു. അപ്പൊ അവിടുത്തെ വഫാത്തിന് ശേഷം പ്രവാചകൻ എടുത്തു വളർത്തി. ഓരോ മക്കളെയും ഒരാൾ കുടുംബക്കാര് കൊണ്ടുപോയി. അങ്ങനെ അലിയാര് തങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന് കൂടെ വളർത്താൻ തുടങ്ങി. അവസാനം പ്രവാചകന് പ്രബോധനവുമായി കടന്നു ചെന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ആയത്തിറങ്ങി കുടുംബക്കാരോട് മുഴുവനും ദഅവത്ത് ചെയ്യാൻ. അങ്ങനെ കുടുംബക്കാരെ മുഴുവനും വിളിച്ചുകൂട്ടി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കുടുംബക്കാരെ മുഴുവനും വിളിച്ചുകൂട്ടിയിട്ട് അവിടുന്ന് ഭക്ഷണമെല്ലാം കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ അവരോട് നസീഹത്ത് ചെയ്തു, നിങ്ങൾ എല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വരണം, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അവിടുന്ന് പ്രബോധനം നടത്തിയിട്ട് പ്രവാചകൻ ചോദിച്ചു, ആരാ എന്റെ കൂടെ കൂടാനുള്ള ആരെങ്കിലും ഉണ്ടോ? കുടുംബക്കാർ മുഴുവനും തലതാഴ്ത്തിയിരിക്കുകയാണ്. എല്ലാവരും തലതാഴ്ത്തിയിരിക്കുമ്പോൾ മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നബിയെ ഞാനുണ്ട്. അന്ന് ചെറിയ കുട്ടികളിൽ ആദ്യമായിട്ട് മുസ്ലിമായത് മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് ചെറുപ്പത്തിലെ മുസ്ലിമായി. അലി റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിൽ ഒരിക്കലും, കാരണം ചെറുപ്പം മുതലേ പ്രവാചകന്റെ കൂടെ, അത് കാരണം ഒരു വിഗ്രഹങ്ങൾക്കും മുമ്പിൽ തലകുനിച്ചിട്ടില്ല മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുകയാ, പ്രവാചകനെ വല്ലാതെ സ്നേഹിച്ചു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന് അദബ് പഠിപ്പിച്ചു കൊടുത്തത് പ്രവാചകനാ. അതുകൊണ്ട് തന്നെ മുത്തുനബിയുടെ കൂടെ വളർന്നു. പ്രവാചകന് വല്ലാത്ത ഇഷ്ടമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല യുദ്ധങ്ങൾക്കും പല കാര്യങ്ങൾക്കും നേതാവായിട്ട് വലിയ വലിയ സഹാബത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ട്, ഹംസ റളിയല്ലാഹു തആല അൻഹുണ്ട്. ഒരുപാട് സ്വഹാബാക്കൾ നിൽക്കുമ്പോഴും പല കാര്യങ്ങൾക്കും പല യുദ്ധങ്ങളുടെയും നേതാവായി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കൊടിയെടുത്തു കൊടുത്തത് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. വല്ലാത്ത ധൈര്യമായിരുന്നു, വല്ലാത്ത ശക്തിയായിരുന്നു. പടച്ചവനെ, ഇസ്ലാമിന്റെ ചരിത്രം എടുത്തു നോക്കൂ. ചില പേരുകൾക്ക് മുമ്പ് ശത്രുക്കൾക്ക് വല്ലാത്ത ഭയമായിരുന്നു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ആ പേരുകൾക്ക് മുമ്പേ ഇബദാ ശത്രുക്കൾക്ക് വല്ലാത്ത പേടിയായിരുന്നു. മഹാനായ സയ്യിദു ശുഹദായ ഹംസ റളിയല്ലാഹു തആല അൻഹു, ആ പേരുകൾക്ക് മുമ്പേ ശത്രുക്കൾക്ക് ഭയമായിരുന്നു. അതുപോലെ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു, ഈ പേരുകൾ കേൾക്കുന്നത് ശത്രുക്കൾക്ക് വല്ലാത്ത പേടിയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖൈബറിന്റെ ചരിത്രം എടുത്തു നോക്കൂ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശക്തി അറിയണമെങ്കിൽ ആ ചരിത്രങ്ങൾ പറയുകയാണ്. 70 സഹാബികൾ പൊക്കിയാൽ പൊങ്ങാത്ത കവാടമാണ്. ഖൈബറിന്റെ യുദ്ധമൊക്കെ എടുത്തു നോക്ക്. 70 സഹാബത്ത് ഒരുമിച്ച് പൊക്കിയാൽ പോലും പൊങ്ങാത്ത എന്റെ പ്രിയപ്പെട്ടവരെ കവാടമാണ് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പരിചയമായിട്ട് ഒറ്റയ്ക്ക് പിടിച്ചുകൊണ്ടിരുന്നത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പാവപ്പെട്ടവനാ. ആ അലി റളിയല്ലാഹു തആല അൻഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, അലിയെ ആരിഷ്ടപ്പെടുന്നു അവനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ അലിയെ പ്രവാചകൻ എത്രയാണ് ഇഷ്ടപ്പെട്ടതെന്നറിയുമോ? മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മഹത്വം നിങ്ങൾക്കറിയുമല്ലോ. അബൂബക്കർ തങ്ങളാണ് മുത്തുനബി
തന്റെ പൊന്നാര മകളെ വിവാഹ ആലോചന നടത്തുന്നു എന്നറിഞ്ഞപ്പോ അബൂബക്കർ തങ്ങളെ കടന്നു ചെന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, ഫാത്തിമാനെ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണ് കെട്ടാനുള്ള മോഹം കൊണ്ടല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമാണല്ലോ. ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാ എന്ന് മുത്തുനബി പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളെ വിവാഹ ആലോചന നടത്തി. എന്തിനു? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങൾ തന്നെ ചോദിച്ചല്ലോ. പല പ്രമുഖരായ സ്വഹാബികൾ, പല കോടീശ്വരന്മാർ എല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ചെന്ന് തന്റെ പൊന്നാര മകളെ ചോദിച്ചു. റസൂലുള്ളാഹി മറുപടി പറഞ്ഞില്ല. പക്ഷേ അല്ലാഹു ആരെയാണ് തെരഞ്ഞെടുത്തത്? മുത്തുനബി ആരെയാണ് തെരഞ്ഞെടുത്തത്? അതാ വരുന്ന മുഖറബുൽ അംലാക്കും മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ, ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒരു പുതിയാപ്പളയെ തെരഞ്ഞെടുക്കുകയാണ്. മുത്തുനബിയുടെ മുന്നിൽ ജിബ്രീലാമെന്ന് പറഞ്ഞു കൊടുത്തത് നബിയേ, ഫാത്തിമാനെ അലിയാര് തങ്ങളുടെ കയ്യിൽ പിടിച്ചു കൊടുക്കുക നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവാണ് തീരുമാനമെടുത്തത്, അല്ലാഹുവാണ് ഫാത്തിമയുടെ വരനെ കണ്ടെത്തിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാര് തങ്ങളുടെ കയ്യിലേക്ക് തന്റെ പൊന്നാര മകളെ കെട്ടിച്ചു കൊടുക്കുമ്പോ അലിയാര് തങ്ങൾ എത്ര പാവപ്പെട്ടവനെന്നറിയുമോ? അലിയാര് തങ്ങളുടെ ജോലി എന്തെന്നറിയുമോ? പടച്ചവനെ, പുല്ലറുത്തുകൊണ്ട് രാവിലെ പോയി പുല്ലറുത്തിട്ട് ഒട്ടകമുള്ള കുതിരകളുടെ വീടുകളിൽ കൊണ്ടുകൊടുത്തിട്ട് കെട്ടുന്ന പൈസ കൊണ്ട് ജന്നത്തെ ദിവസം കഴിച്ചു കൂട്ടുന്ന പാവപ്പെട്ടവനായ അലിയാരിതങ്ങൾ, ആ അലിയാരിതങ്ങൾക്കാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകളെ കെട്ടിച്ചു കൊടുത്തത്. അത് മതി സഹോദര, അല്ലാഹുവിന്റെ പ്രവാചകൻ ആ അലിയെ സ്നേഹിച്ചതിന്റെ മഹത്വം മനസ്സിലാക്കാൻ. എത്രയോ പ്രമുഖരായ സഹാബികൾ, സമ്പന്നന്മാര് പോയി ചോദിച്ചു, കെട്ടിച്ചു കൊടുത്തില്ല. അള്ളാഹുവാണ് പറഞ്ഞു കൊടുത്തത് അലിയാര് തങ്ങൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ. അള്ളാഹുവിന്റെ തീരുമാനം വരണമെങ്കിൽ അലിയാര് തങ്ങൾ അള്ളാഹ് എത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചു കൊടുത്തു. ചരിത്രം അറിയാലോ. അലിയാര് തങ്ങൾക്ക് പിന്നെ പ്രവാചകന്റെ മകളോട് വലിയ സ്നേഹമായിരുന്നു. അത് വേറെ കാര്യം. കാരണം രണ്ടുപേരും ഒരു വീട്ടില. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല പ്രേമമല്ല, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അലിയാര് തങ്ങൾക്ക് ഫാത്തിമ ബീവിയോട് വലിയ സ്നേഹമായിരുന്നു. കാരണം പ്രവാചകന്റെ മകളാണല്ലോ. രണ്ടുപേരും വലിയ സ്നേഹത്തിലായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ പോയി ചോദിച്ചില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവിടുന്ന് ചരിത്രം പറയുന്നുണ്ട്, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹ ആലോചന നടത്തുന്നു എന്ന് അലിയാര് തങ്ങളോട് ആരോ പറഞ്ഞു, അലിയെ, ഫാത്തിമ ബീവി അവിടെ കെട്ടിച്ചു കൊടുക്കാൻ പോകുക, കല്യാണ ആലോചനയൊക്കെ നടക്കുന്നുണ്ട്, നീ ഇങ്ങനെ നടന്നോ? അലിയാര് തങ്ങൾ ഇത് കേട്ടപ്പോ, പടച്ചവൻ എന്തായാലും മുത്തുനബിയോട് ചോദിക്കണം, റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കണം, എങ്ങനെ കരുതി കെട്ടി ചങ്ങാതി നടക്കാം. ഇങ്ങനെ നടന്ന് അവസാനം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ വീടിന്റെ മുന്നിൽ വന്നങ്ങ് പൊട്ടു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലാണ് അലിയാര് തങ്ങൾ. അലിയാര് തങ്ങളെ കണ്ട ഉടനെ പ്രവാചകൻ ചോദിച്ചു, എന്തേപ്പാ ഈ സമയത്ത്, എന്താ ഈ സമയത്ത്, എന്താ അലിയെ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാപ്പയല്ല, കണ്ട ഉടനെ വിരളാൻ തുടങ്ങി. അബൂബക്കർ മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒന്നുമില്ല നബിയെ. ഇല്ലല്ലോ, എന്തോ ഉണ്ടല്ലോ. എന്താ അലി, എന്തോ ചോദിക്കാനുണ്ടാവും? ഒന്നുമില്ല നബിയെ. മൂന്നാമതായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, ഫാത്തിമാനെ നീ കല്യാണം കഴിക്കുമെന്ന്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, എന്റെ മോളെ നീ വിവാഹം കഴിക്കുമോ അലിയെ? അലിയാര് നിങ്ങൾ കണ്ണും തള്ളിയിട്ട് നിൽക്കുക. കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലാത്തൊരു ചോദ്യമല്ലേ. പക്ഷെ പ്രവാചകൻ ഒരിക്കലും കളിയാക്കാറില്ല. റസൂലുള്ളാഹി ഒരിക്കലും അങ്ങനെ കളിയാക്കുന്ന തമാശ ചോദ്യങ്ങൾ ചോദിക്കാറില്ല. ഇവിടെ നിന്ന് ചോദിച്ചു, പ്രവാചകൻ ചോദിച്ചു, എന്റെ മകള് ഫാത്തിമയെ നീ വിവാഹം കഴിക്കോ? അലിയാര് നിങ്ങൾ മിണ്ടാതെ നിന്നു. ഇവിടെ നിന്ന് മറുപടി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്തുനബി അടുത്ത ചോദ്യം ചോദിച്ചു, മഹറു കൊടുക്കാൻ നിന്റെ കൈ വല്ലതും ഉണ്ടോ അലിയെ? മഹറു കൊടുക്കാൻ നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല പറഞ്ഞു, എന്റെ 5 നയാ പൈസ എന്റെ ഇല്ല നബിയെ. കാരണം വാപ്പ തന്നെയല്ലേ, മുത്തുനബിയല്ലേ വളർത്തണേ. ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. അംബാനി എന്റെ മോനാണെന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ ഫ്ലൈറ്റ് ഉണ്ടെന്നോ കപ്പലുണ്ടെന്നോ ഒന്നും പറഞ്ഞില്ല. അത്തപ്പാടിയ നബി, ഒന്നുമില്ല എന്റെ കയ്യിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രങ്ങൾ നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് തന്റെ പൊന്നുമകളെ വിവാഹം കഴിച്ചു കൊടുത്തത്.
പ്രവാചകൻ തന്റെ പൊന്നാര മകളെ കെട്ടിച്ചു വിടുമ്പോൾ, ഇന്ന് നമ്മളൊക്കെ കെട്ടിച്ചു വിടുമ്പോൾ കാറ് 101 പവന്, ചെരുപ്പ് വരെ സ്വർണം. ഇപ്പം അൽഹംദുലില്ലാ കൊറോണ വന്ന കാരണം അതൊന്നും കാണാൻ തന്നെ ഇല്ല. നല്ല കാര്യം. മറ്റേക്ക് ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ആർഭാടങ്ങൾ, എന്തെല്ലാം അനാചാരങ്ങൾ. ഇപ്പൊ പടച്ചവന് അല്ലേ, നേരത്തെ കാലം നോക്കിക്കേ, കല്യാണം വിളിച്ചിട്ട് പോയില്ലെങ്കിൽ പ്രശ്നം. കല്യാണം വിളിച്ചിട്ട് അവൻ എന്നെ വിളിച്ചില്ലല്ലോ, കല്യാണത്തിനല്ല പെണ്ണ് കാണാൻ പോയപ്പോ എന്നെ വിളിച്ചില്ലല്ലോ, വളയിടിയിൽ പോയപ്പോ എന്നെ വിളിച്ചില്ലല്ലോ, പിന്നെ ഇനി കല്യാണത്തിന് ഞാൻ പോകണമെന്നില്ലേ? ഇപ്പൊ കല്യാണത്തിന് വിളിച്ചാ പറയും നടത്തോ, ഞാൻ വരുന്നില്ല, നടത്തിക്കൊള്ളാനാ പറയണേ. കല്യാണം വിളിക്കുന്നവൻ തന്നെ പറയാ അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങി. എന്താ ഇപ്പൊ എല്ലാരും നോക്കണേ? മഴ അള്ളാന്റെ റഹ്മത്ത്, അള്ളാന്റെ അനുഗ്രഹമാണ്. അപ്പൊ നിങ്ങൾ എന്തേ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കാരണം ഒരു ദുആ ചെയ്യുന്ന സമയം, മഴ പെയ്യുന്ന സമയത്ത് ദുആയ്ക്ക് ഇജാബത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയ്ക്ക് ഇജാബത്തുണ്ടെന്ന്. അപ്പൊ അൽഹംദുലില്ലാ അവിടെ ഇന്ന് സദസ്സ് നമ്മളൊക്കെ അതിനല്ലേ ഇരിക്കണേ. എല്ലാവരും ഇന്ന് ദുആ പ്രതീക്ഷിച്ചായിരിക്കുന്നേ. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു ദുആ സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളൊന്ന് എഴുന്നേറ്റ്, നിങ്ങളുടെ മുഖം കാണുന്നില്ല, ഒന്ന് എഴുന്നേറ്റ്. ഉറക്കം വരണുണ്ടാ? ഇങ്ങോട്ട് കേറിയിരുന്ന വാ. അൽഹംദുലില്ലാ. സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സലാത്ത് പറയാൻ എന്തൊരു മടി പോലെ അല്ലേ? സലാത്ത് പറയാ നമുക്ക് അതിനും മടിയാ, സലാത്ത് പറയാനും നമുക്ക് മടിയാ. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്തിരുന്ന് തുണി ഇങ്ങനെ തയ്ക്കുക. ഇന്ന് മാത്രമല്ല തയ്യല്, അന്നുണ്ട് കേട്ടാ. പെൺമക്കൾക്ക് തയ്യല് പഠിപ്പിച്ചു കൊടുക്കണമെന്ന. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളിന്ന് എന്താ പഠിപ്പിക്കണേ? ഈ ഇരിക്കുന്നതിൽ എത്ര പേരുടെ ഭാര്യമാർക്കാ തയ്ക്കാൻ അറിയുന്ന? ഒന്ന് കൈപൊക്കിക്ക്. ഭാര്യയുടെ കാര്യം പോട്ടെ, മക്കൾക്ക് അറിയുന്നവരുണ്ടോ? സ്വന്തം മക്കളെ തയ്ക്കാൻ പഠിപ്പിച്ച്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തയ്ക്കാൻ പഠിപ്പിക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം എന്തേ? പെണ്ണുങ്ങൾക്ക് ചുമ്മാ ഇരിക്കുന്നത് ഇഷ്ടമല്ല അല്ലേ? വാപ്പ കഷ്ടപ്പെട്ട് പഠിപ്പിക്കും, പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് കെട്ടിക്കൊണ്ട് വീട്ടിൽ ഭർത്താവ് വന്ന് കല്യാണം കഴിച്ചു കൊണ്ടുപോയി. പിന്നെ വീട്ടിൽ ഇരിക്കുമ്പോ മടി. തയ്ക്കാൻ പഠിപ്പിക്ക്. ചുമ്മാ ഇരിക്കത്തില്ലല്ലോ, തച്ചോണ്ടിരിക്കും. ഇപ്പൊ തച്ചോണ്ടല്ല, കുത്തിക്കൊണ്ടായിരിക്കുന്ന മൊബൈലില്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചങ്ങാതി പെൺകുട്ടികളെ തയ്ക്കാൻ പഠിപ്പിക്ക്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെന്ന കാര്യമല്ലേ? അത് വെറുതെ അല്ല പഠിപ്പിച്ചേ. ഇപ്പൊ ഏറ്റവും വലിയ ബിസിനസ്സാ. അപ്പ തയ്ച്ചു കഴിഞ്ഞാൽ ഒരു ചുരിദാർ തയ്ക്കണമെങ്കിൽ 300 രൂപ കണ്ട. അൻസാരിയാണ് എന്നോട് ചോദിക്കട്ടെ. എന്റെ പൊന്ന്, എന്തായാലും ചിരിക്കണ്ട. 2 ദിവസം കഴിയുമ്പോൾ ഒരു വയലുണ്ട്. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. 2 ദിവസം ഇൻഷാ അല്ലാഹ് നമ്മുടെ റബീഉൽ അവ്വൽ തീരുന്നതിന് മുമ്പ് ഒരു വയലുണ്ട്. ആ വയൽ കേട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോകുമ്പോൾ ഏകദേശം തീരുമാനമാകും ഇൻഷാ അല്ലാഹ്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്ത് തച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂചി താഴെ വീണു. സൂചി ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടിന്റെ അകത്തേക്ക് കടന്നു വരുന്നത്. ആ സമയത്ത് പ്രവാചകന്റെ മുഖത്തെ പ്രകാശം കൊണ്ടാ താഴെ കടന്ന സൂചി എടുത്തത്. ചിന്തിച്ചു നോക്ക്. അവിടെ നിന്ന് മറ്റൊരു ചരിത്രത്തിൽ പറയുന്നു, സൂചിയിൽ നൂല് ഇരുട്ടത്തായിരുന്നു, പ്രവാചകന്റെ മുഖത്തെ പ്രകാശം കൊണ്ടാ സൂചി ഉരുത്തിയത്. അപ്പൊ ആ പ്രവാചകൻ വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, എന്നെ കാണാത്തവർക്ക് നാശം, എന്നെ കാണാത്തവർക്ക് നാശം. അള്ളാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അങ്ങയെ കാണാത്തതാരാണ്? അങ്ങയെ കാണാത്തതാരാണ്? പിശുക്കന്മാർക്കാണ് ആയിഷ, പിശുക്കന്മാർക്കാണ് ആയിഷ. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ? പിശുക്കന്മാരാരാണ് നബിയേ? മുത്തുനബി പറയുന്നു, ആയിഷ,
എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് പറയാത്തവർ, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് പറയാത്തവർ അവർ പിശുക്കന്മാരാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, മുസമ്മിലായ നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ, കിസ്റയെയും കൈസറിനെയും ആ കൈപ്പിടിയിൽ ഒതുക്കിയ നബി മുഹമ്മദ് മുസ്തഫ, ആ മദീനയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന നബി മുഹമ്മദ് മുസ്തഫ, നമ്മുടെ കരളിന്റെ കഷ്ടമായ നബി മുഹമ്മദ് മുസ്തഫ, സ്വർഗ്ഗത്തിന്റെ നേതാവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് പറയാത്തവൻ അവനാണ് പിശുക്കനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പൊന്നാര മകളെ വിവാഹം കഴിച്ചു കൊടുത്തത് അലിയാര് തങ്ങൾക്ക്. ആ അലിയാര് തങ്ങളും പ്രവാചകന്റെ പൊന്നാര മകളും തമ്മിലുള്ള ജീവിത ചരിത്രം, അവരുടെ ജനനം മുതൽ മരണം വരെയുള്ള ചരിത്രങ്ങൾ, അത് വല്ലാതെ ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് മുഴുവനും മാതൃകയാകുന്ന ജീവിതം. ഒരുപാട് ചരിത്രങ്ങൾ പറയാനാണെങ്കിൽ അത് മാത്രമേ കാണൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയായ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ വഫാത്തിന് ശേഷം നാലാമത്തെ ഖലീഫയായിട്ട് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. അലിയാർ തങ്ങൾ ഭരണാധികാരിയായി കടന്നു വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിന്റെ രംഗം നമുക്കറിയാം. അന്ന് മുസ്ലിമീങ്ങൾ പരസ്പരം തമ്മിലടിക്കുകയാ. സ്വഹാബാക്കൾ പരസ്പരം മുനാഫിക്കീങ്ങളും അതുപോലെ കുറച്ച് മുസ്ലിമീങ്ങൾ, ഇവരാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ അവിടെ നിന്ന് വധിക്കപ്പെട്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെയുള്ള ഭരണം അത്ര നല്ല ഒരു ഭരണമായിരുന്നില്ല. ഇസ്ലാമിൽ വല്ലാതെ പരസ്പരം തമ്മിലടിയായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം കഴിഞ്ഞു. അലിയാർ തങ്ങൾ ഖലീഫയായി അവിടെ നിന്ന് ഭരണം തുടങ്ങുമ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും ഓരോ കാര്യങ്ങളായി. എന്റെ പ്രിയപ്പെട്ടവരെ, മുനാഫിക്കുകൾ വീണ്ടും കടന്നു വന്നു. ഖവാരിജാക്കൾ, എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്നവർ ഇന്നും നമുക്കറിയാം. ഷിയാക്കളൊക്കെ, അവരൊക്കെ ഇന്ന് കാണിക്കുന്ന രംഗങ്ങൾ, പള്ളികളിലൊക്കെ ബാങ്ക് വിളിക്കുന്നത് പോലും വളരെ വ്യത്യസ്തമായ രീതിയിൽ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത താടി നിസ്കാര തഴമ്പൊക്കെ ഉള്ളവരാ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് എത്രയോ ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാർ തങ്ങൾ തന്നെ തന്റെ സമൂഹത്തോട് ഓർമ്മപ്പെടുത്തി, അവർ ഖുർആൻ ഓതും പക്ഷേ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങാറില്ല, അവർ ഖുർആൻ അനുസരിച്ച് ജീവിക്കാറില്ല, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാ അവര് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന് മഹത്വം നൽകുന്നത്. ഉസ്മാൻ തങ്ങൾ പറ്റിച്ചിട്ടാണ് ഭരണാധികാരിയായത് എന്നൊക്കെ പറഞ്ഞു വരുത്തിയവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മൾ അവരുടെ കാര്യങ്ങൾ, അവരുടെ നിയമങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ കഴിയാത്തത് ഇന്നും അവർ ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഭരണാധികാരിയായി. അവിടെയും പ്രശ്നങ്ങളും ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായി. എന്റെ പ്രിയപ്പെട്ടവരെ, ആളുകൾ കൂട്ടം കൂടാൻ തുടങ്ങി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലുന്നതിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തി മുസ്ലിമീങ്ങൾ തന്നെ. ഒരുപാട് പ്രശ്നങ്ങളും അങ്ങനാണല്ലോ. അധികാരം കിട്ടുന്നതിന് വേണ്ടി എന്തെല്ലാം വളഞ്ഞ വഴികളാ നോക്കുന്നേ. അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഒരുപാട് ശ്രമിച്ചു, ഒരുപാട് സഹിച്ചു. അവസാനം ഇവരുമായിട്ട്, ജൂതന്മാരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു. എത്രയോ പേരെ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് വധിക്കുകയുണ്ടായി. ഒരുപാട് പേര് കൊല്ലപ്പെട്ടു, ഒരുപാട് പേര് അവിടെ നിന്ന് രോഗികളായി, അവരൊക്കെ കിടപ്പിലായി. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജൂതന്മാർ കൊല്ലുന്നതിന് വേണ്ടി തയ്യാറെടുത്തു വന്നിട്ട് അവസാനം പരാജയപ്പെട്ടു പോയ യുദ്ധങ്ങളുമുണ്ട്. പക്ഷേ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയുടെ കൂടെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്ത് ഉണ്ടായിരുന്നു. മുത്തുനബിയുടെ സഹാബികൾ കൂടെ നിന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത്, ആരോളം വരുന്ന സ്വഹാബികൾ എന്തിനും തയ്യാറായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. ശത്രുക്കൾ എന്തെല്ലാം വഴികൾ നോക്കിയിട്ടും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാൻ കഴിയുന്നില്ല. കാരണം അല്ലാഹുവിന്റെ സഹായമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്ന് ചരിത്രം പറയുകയാ. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവസാനം അവിടെ നിന്ന് തന്റെ വഫാത്ത് അടുത്തു വരുമ്പോൾ മഹാനവറുകൾ സുബ്ഹി നമസ്കരിക്കാതെ പള്ളിയിലേക്ക് കടന്നു വരികയാണ്. അലിയാർ തങ്ങൾക്കൊരു സ്വഭാവമുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഒരു ഗുണമാണ് മുത്തുനബി
വ്യക്തിയുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകനതാ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരുമ്പോ തന്റെ പൊന്നാര മകളുടെ വീടിന്റെ മുന്നിൽ പോയിട്ട് വിളിക്കും, മോളെ ഫാത്തിമ, എഴുന്നേറ്റ് നമസ്കരിക്കുമോളെ. തഹജ്ജുദ് നമസ്കരിക്കാൻ പ്രവാചകനെ വിളിച്ചുണർത്തുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല സുബ്ഹിക്ക് പള്ളിയിലേക്ക് വരുമ്പോ വരുന്ന വഴിയിൽ കിടന്നുറങ്ങുന്ന സ്വഹാബാക്കളെ നമസ്കരിക്കാൻ വിളിച്ചുണർത്തുമായിരുന്നു. അതാണ് ഭരണാധികാരി. ഒറ്റയ്ക്കാണ് നടന്നു വരുന്നത്, കൂടെ വരാൻ കരിമ്പൂച്ചകളോ പട്ടാളവോ ഒന്നുമില്ല. ഒറ്റയ്ക്കാണ് അലിയാരതങ്ങൾ പള്ളിയിലേക്ക് കടന്നു വരുന്നത്. ഈ രംഗമാണ്, ഈ അവസരമാണ് ശത്രുക്കളെ നോക്കി വെച്ചിരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് റമളാൻ 17 അതാ പരിശുദ്ധമായ റമളാൻ 17 മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല പള്ളിയിലേക്ക് സുബ്ഹി നമസ്കരിക്കാൻ വരുമ്പോ അബ്ദുറഹ്മാൻ മുൽജിം എന്ന് പറയുന്ന ഒരു ശത്രുവുണ്ടല്ലോ. അബ്ദുറഹ്മാൻ മുൽജിം എന്ന് പറയുന്ന ഒരു ജൂതനായ മനുഷ്യൻ അതാ വാളിന്റെ അകത്ത് 40 ദിവസമായിട്ട് വിഷം വാളിന്റെ അകത്ത് കലർത്തി വെച്ചിട്ട് കാത്തിരിക്കുകയാലിയാര് തങ്ങളെ കൊല്ലാൻ. അങ്ങനെ പടച്ചവനെ സുബ്ഹി നമസ്കരിക്കാൻ പള്ളിയിലേക്ക് ഒറ്റയ്ക്ക് നടന്നു വരുന്ന മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അലിയാര് തങ്ങളെ നടന്നു വരുമ്പോ അബ്ദുല്ലാഹിബ്നു മുൽജിം എന്ന് പറയുന്ന ശത്രുവുണ്ടല്ലോ, വിഷം കലർത്തിയ കൊടാതാ വിഷം കലർത്തിയ വാളുണ്ടല്ലോ, അതുകൊണ്ട് അലിയാര് തങ്ങളുടെ തലയിലാ വെട്ടുന്നത്. അലിയാര് തങ്ങളുടെ തലയിൽ വെട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്, അലിയാര് തങ്ങളുടെ താടി രോമത്തിലൂടെ രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. തലയിൽ വെട്ടുകൊണ്ട് അലിയാര് തങ്ങൾ താഴെ വീഴുകയാണ്. പടച്ചറപ്പേ, എല്ലാവരും ഓടിക്കൂടി അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് അലിയാര് തങ്ങളെ പിടഞ്ഞു വീഴുമ്പോ എല്ലാവരും ഓടിക്കൂടി. ആ സമയത്ത് അലിയാര് തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, സഹാബിയോട് പോയി ഇമാമത്ത് നിൽക്കാൻ. ആ സമയത്തും തന്റെ തലയിൽ വെട്ടുകൊണ്ടിട്ട് രക്തത്തിൽ കുളിച്ച് താഴേക്ക് വീഴുമ്പോ അലിയാര് തങ്ങൾ ഓടി വന്ന സ്വഹാബത്തിനോട് പറഞ്ഞു പോയി സുബ്ഹി നമസ്കരിക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 പേരുടെയും ചരിത്രം എടുത്തു നോക്കൂ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് യാത്ര പറയുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, ഉമ്മത്തി അസ്സലാ, നമസ്കാരത്തിന്റെ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടാ മുത്തുനബി പോയത്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു 63ാമത്തെ വയസ്സിൽ വഫാത്താകുമ്പോ ആ മരിക്കുന്ന സമയത്ത് അവസാനമായിട്ട് സൽമാൻ ഫാരിസി തങ്ങളടങ്ങുന്ന സ്വഹാബത്തിനോട് അവിടുന്ന് കൊടുത്ത വസിയ്യത്തും നിങ്ങൾ നിസ്കാരത്തിന്റെ കാര്യമാണ്, പ്രത്യേകിച്ച് സുബ്ഹി നമസ്കാരത്തിന്റെ കാര്യമാണ്. അവിടുന്ന് പറഞ്ഞത് നമസ്കാരത്തെ കുറിച്ചാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവസാനം കഥാ കുത്തുകൊണ്ട് മരണത്തോട് മല്ലടിക്കുമ്പോഴും അവിടുന്ന് ചോദിച്ചത്, നിങ്ങൾ സുബ്ഹി നമസ്കരിച്ചോ? അല്ലാഹുവേ, എനിക്ക് നമസ്കരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നിസ്കാരത്തെ കുറിച്ചാ ഓർമ്മപ്പെടുത്തിയത്. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഈ ലോകത്തോട് വിട പറയുമ്പോ അവിടുന്ന് നമസ്കരിച്ചിട്ടല്ലേ, സൂറത്ത് ത്വാഹ ഓതി നമസ്കരിച്ചിട്ട് പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ടല്ലേ മഹാനവറുകളും ലോകത്തോട് യാത്ര പറഞ്ഞത്. 4ാമത്തെ ഖലീഫയായ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു സുബ്ഹി നമസ്കരിക്കാൻ പോകുന്ന സമയത്താണ് ശത്രു വന്നിട്ട് തന്റെ തലവെട്ടി പൊളിക്കുന്നത്. രക്തത്തിൽ കുളിച്ച് കിടക്കുമ്പോഴും ഓടിക്കൂടുന്നവരോട് പറയുന്നത്, സ്വഹാബത്തേ, പോയി നമസ്കരിക്കുക സഹാബ. എല്ലാവരും പോയി നമസ്കരിച്ചു. എല്ലാവരും പോയി നമസ്കരിച്ചു. അല്ലാഹുവേ, ഓടി വന്നു. നമസ്കാരം കഴിഞ്ഞ സഹാബികൾ മുഴുവനും ഓടിക്കൂടി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൂടിയെടുക്കുകയാണ്. അവിടുന്ന് വീട്ടിലേക്ക് ചുമന്നു കൊണ്ടുപോവുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നാര മകളുടെ വിവാഹം കഴിച്ച അലിയാര് തങ്ങള് നാളെ സ്വർഗ്ഗത്തിൽ യുവാക്കളുടെ നേതാവായ അലിയാര് തങ്ങള് 2 ദിവസത്തോളം ആ കിടപ്പ്
കിടക്കുകയാണ്. 2 ദിവസത്തോളം എന്റെ പ്രിയപ്പെട്ടവരെ അതേ കിടപ്പ് കിടക്കുകയാണ്. എല്ലാവരും അടുത്തു വന്നു. എല്ലാവർക്കും ചോദിച്ചവർക്കൊക്കെ ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പല സ്വഹാബികളോടും പൊരുത്തം ചോദിച്ചു. ഇതിനവസാനം മുസ്ലിമീങ്ങളുണ്ടല്ലോ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാറ് വെട്ടിയവനെ പിടിച്ചുകൊണ്ടുവന്ന് അവിടെന്ന് പിടിച്ചു കെട്ടികെട്ട് കൊണ്ടുവന്നപ്പോ അലിയാര് ഞങ്ങൾ ചോദിച്ചു, നീ എന്തിനാ എന്നെ ഇങ്ങനെ കൊന്നത്? അവിടെന്ന് പറഞ്ഞു, 40 ദിവസമായി വാളിൽ ഞാൻ വിഷമം കടത്തിയിട്ട് നിങ്ങളെ കൊല്ലാൻ നടക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന് പൊന്നുമൂല ചെറുപ്പം മുതലേ എടുത്തു വളർത്തിയ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവസാനം മരണത്തോട് മല്ലടിക്കുകയാണ്. അത് വല്ലാത്ത ഒരു രംഗമാണ് സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയല്ലേ, നബിയല്ലേ ചെറുപ്പം മുതൽ എടുത്തു വളർത്തിയത്. നബി തന്റെ പൊന്നാര മകളെ വിവാഹം കഴിച്ചു കൊടുത്ത അലിയാരിതങ്ങള് അല്ലാഹുവേ അവസാനം അവിടെ നിന്ന് മരണത്തോട് മല്ലടിക്കുമ്പോ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതുപോലെ ഒരു മരണം കാണാൻ കഴിയുമോ? വളരെ അത്ഭുതമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ ഒരു മരണം കാണാൻ കഴിയില്ല. കാരണം മരിക്കുന്ന സമയത്ത് അവസാന സമയം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, സ്വഹാബാ അലിയാര് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ദിക്ർ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. പടച്ചവനെ ആ രംഗം കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ സ്വഹാബികൾ ചുറ്റുഭാഗത്ത് നിൽക്കുമ്പോ അലിയാര് തങ്ങളോട് ചോദിച്ചു, എന്തെങ്കിലും ഒരു ഉപദേശം തരുമോ? എന്തെങ്കിലും ഒരു ഉപദേശം തരുമോ? സഹാബാ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ ദഖലൽ ജന്ന, അവന് സ്വർഗത്തിലാണ് സഹാബ. നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സഹാബ. എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കാൻ കിടക്കുന്നവരുടെ ചാരത്ത് പോയിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുമല്ലോ. അതുകൊണ്ട് ആ പ്രവാചകന് പറഞ്ഞു കൊടുക്കണമെന്ന് മുത്തുനബി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നവന്റെ ചാരത്ത് പോയി നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം. ആരെങ്കിലും പറഞ്ഞു കൊടുത്താ പോരാ, ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവര് ആരെങ്കിലും പറഞ്ഞു കൊടുത്താ പോരാ. മക്കളിൽ വാപ്പായിക്ക് ഏറ്റവും ഇഷ്ടമാരെയാണ്, ഉമ്മായിക്ക് മക്കളിൽ ഏറ്റവും ഇഷ്ടമാരെയാണ്. അവനാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, അവരാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. കാരണം എന്തെന്നറിയുമോ? ആ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ശപിക്കപ്പെട്ട ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ഉണ്ടല്ലോ, അതായി കിടക്കുന്ന മനുഷ്യന്റെ മരിച്ചുപോയ വാപ്പാടെ രൂപത്തില്, നിന്റെ ഉപ്പാടെ രൂപത്തില്, നിന്റെ ഉമ്മയുടെ രൂപത്തില് രണ്ടുപേരും ഖബറിലാണ്. മകനെ പിടപ്പിക്കാൻ പറ്റുന്ന അവസാന സമയം മരിച്ചുപോയ മാതാപിതാക്കളുടെ രൂപത്തിൽ കയ്യിൽ വെള്ളവും പിടിച്ച് ചിരിക്കുന്ന മുഖത്തോട് തലയുടെ ഇടതുഭാഗത്ത് വന്നിരുന്നിട്ട് പറയുമോ? പറയല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പറയല്ലേടാ, പിടച്ചു പോകുമടാ. എടാ അങ്ങനെ പറയരുത്, നീ പിടച്ചു പോകും, നീ നരകത്തിലായി പോകും. മോനെ കുടിക്കാൻ വെള്ളം തരാമടാ. കാരണം ലോകത്തുള്ള സമുദ്രങ്ങളിലെ വെള്ളം മുഴുവനും കുടിച്ചാലും ദാഹം മാറാത്ത സമയമാ. അല്ലാഹു നമ്മുടെ ദാഹം തീർത്തു തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുന്ന സമയത്ത് കടലിലെ സർവ്വവെള്ളം കുടിച്ചാലും ദാഹം മാറാത്ത സമയമാ. ആ സമയത്താണ് ശപിക്കപ്പെട്ടവന് മരിച്ചുപോയവരുടെ രൂപത്തിൽ അടുത്തു വന്നിരുന്ന് ചുണ്ടിലേക്ക് വെള്ളമൊടിച്ചു തരാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ എന്ന് നമ്മുടെ ഈമാൻ തട്ടിപ്പറിക്കാൻ പോകുന്ന സമയത്ത് ഓടാ ശപിക്കപ്പെട്ടവരെ എന്ന് പറഞ്ഞ് ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് ഉറക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുറക്കെ പറഞ്ഞു മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നബിയാണ് പറഞ്ഞത്, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ രക്ഷപ്പെട്ടു സഹാബ, അവൻ രക്ഷപ്പെട്ടു സഹാബ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ
തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഖസിയ അന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. പരിശുദ്ധമായ ഖുർആന പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല ആ മരണത്തിന്റെ വേളയില് സക്കറാത്തിന്റെ അവസ്ഥയില് അസ്റായീൽ കടന്നു വരുന്ന സമയത്ത് സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കണേ സഹാബ. പടച്ചവനെ ഇങ്ങനെ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്തുനബിയുടെ മരുമകനായ ഫാത്തിമയുടെ ഭർത്താവായ ഹസൻ ഹുസൈൻ തങ്ങളുടെ വാപ്പയായ മുത്തുനബി ചെറുപ്പം മുതലേ എടുത്തു വളർത്തിയ നാലാമത്തെ ഖലീഫ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല പടച്ചവരെ പരിശുദ്ധമായ റമളാൻ മാസത്തില് വെള്ളിയാഴ്ചയാണ് സഹോദര. അവിടുന്ന് റമളാൻ 17-നാണ് അവിടുന്ന് വിട്ടുകൊള്ളുന്നത്. അവിടുന്ന് ശത്രുക്കൾ വധിക്കാൻ നോക്കുന്നത്. 2 ദിവസം കടന്നു, 3 അല്ലാഹുവേ ഷഹാദത്ത് കലിമ പറഞ്ഞു പടച്ചറബേ ഷഹീദിനെ പോലെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പറന്നുപോയെന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവേ അലിയാര് തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. പടച്ചവനെ അലിയാര് തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുനിയാവും ആഖിറത്തും വെളിച്ചമാക്കണേ അല്ലാഹ്. അവിടുത്തെ ഈമാൻ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ഞങ്ങൾക്കെതിരെ ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടായി വരുമ്പോൾ അലിയാര് തങ്ങളെ നേരിട്ടതുപോലെ അലിയാര് തങ്ങളുടെ ഈമാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ നീ തരണേ അല്ലാഹ്. പടച്ചവനെ പേടിച്ച് വരണ്ടു പോകുന്നവരാക്കല്ലേ അല്ലാഹ്. പ്രതിരോധിക്കാനുള്ള ശക്തി നൽകണേ അല്ലാഹ്. അലിയാര് തങ്ങൾ കിടക്കുന്ന സ്വർഗ്ഗത്തിൽ അലിയാര് തങ്ങളുടെ മക്കളുടെ പുറകിൽ നിൽക്കാറ് ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ സ്വർഗ്ഗം ചോദിക്കാൻ അർഹതയില്ല തമ്പുരാന്, സ്വർഗ്ഗത്തിൽ കടക്കാൻ അമലുകളില്ല തമ്പുരാന്. എങ്കിലും അലിയാര് തങ്ങളുടെ ചരിത്രം പറഞ്ഞപ്പോ ഇരുന്ന് കേൾക്കാൻ സമയം കണ്ടെത്തിയവരാണ് റബ്ബേ. ഈ ഇരുന്ന ഇരുത്തത്തിന് പകരമെങ്കിലും നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗം നിങ്ങൾക്ക് തരണേ അല്ലാഹ്. ഈ ഒരുമിച്ച് കൂടെ അതിനൊരു സബബാക്കണേ അല്ലാഹ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തന്ന ആ ഒരൊറ്റ വസിയത്ത് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നിസ്കാരം കഴിഞ്ഞിട്ട് 10 പ്രാവശ്യം എണ്ണുന്നത് വെറുതെ അല്ല മോനെ. നിസ്കാരം കഴിഞ്ഞ 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുതെ അല്ലത് പറയണത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തസ്ബീഹ് പറയുമ്പോൾ ഇങ്ങനെ കൈകൊണ്ടെണ്ണണം. ചുമ്മാതിരുന്ന് ഇമാമിൻ്റെ പുറകിരുന്ന് പറഞ്ഞാൽ പോരാ. ഈ ദിക്റ് പറയുമ്പോൾ ഇങ്ങനെ കൈയെണ്ണണം. കാരണം പലരും രോഗം പിടിച്ച് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് പലരും സംസാരിക്കാൻ പോലും പറ്റാതെ കിടക്കുമ്പോഴും കൈ നോക്കിയാൽ കാണാൻ ഇങ്ങനെ അനങ്ങണേ. പലരും മരിക്കാൻ കിടക്കുമ്പോൾ ഐസിവിലാകട്ടെ അല്ലെങ്കിൽ വീടിൻ്റെ അകത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ എല്ലാവരും അടുത്തിരുന്ന് യാസീൻ ഓതാ തീരാൻ, അപ്പോഴിങ്ങനെ കയ്യനങ്ങുന്നത് കാണാം. എന്ത്? അതിങ്ങനെ നിസ്കരിക്കുമ്പോൾ കയ്യിൽ നിന്ന് ദിക്റ് പറയുമ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എണ്ണി പഠിച്ചത് കൊണ്ട് അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാനുള്ള ഒരു മരണം എനിക്കും നിങ്ങൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 നാളെ മുത്തുനബിയുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ദിവസമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എൻ്റെ കയ്യിൽ ഒരേ ഒരു ദിക്റേ ഉള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരേ ഒരു ദിക്റേ ഉള്ളൂ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ലോകത്ത് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിക്റുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഈ ലോകത്ത് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിക്റ് ഞാൻ പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. ഇന്ന് മുതൽ പറയുവോ? ആദ്യം സലാത്ത് പറയുമോ നോക്കട്ടെ. ഒരു 2 സലാത്ത് പറഞ്ഞേ.
اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്ന് മുതൽ സലാത്ത് പറയത്തില്ലേ? എത്ര എണ്ണം പറയും? ഒരു തീരുമാനം എടുക്കുക. അതാണല്ലോ ഒരു സഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ ഞാൻ എത്ര സലാത്ത് പറയണം? 1/3 ഭാഗം പറഞ്ഞാൽ മതിയോ? പ്രവാചകൻ പറഞ്ഞു, സലാത്ത് പറ, പക്ഷെ ഇത്തിരി കൂടെ കൂട്ടി പറഞ്ഞാൽ നല്ലതാണ്. എന്നാ ചോദിച്ചു, നബിയെ 2/3 പറഞ്ഞാലോ? അപ്പൊ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഇത്തിരി കൂടെ കൂട്ടി പറഞ്ഞാൽ നല്ല. എന്നാൽ എന്നാ പിന്നെ മൊത്തം അങ്ങ് പറയാം. അപ്പൊ അൽഹംദുലില്ലാഹ്, എപ്പോഴും സലാത്ത് പറയാം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സലാത്ത് അധികരിപ്പിക്കുക, സലാത്ത് അധികമായിട്ട് പറ, അള്ളാഹു നിന്റെ സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇതിനാ ഉസ്താദ് ഈ സലാത്ത് പറയണേ? സലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ദുനിയാവി കിട്ടുന്ന പറഞ്ഞാൽ ആഖിറൊക്കെ പിന്നെ അത് പിന്നല്ലേ, മരണത്തിന് ശേഷമല്ലേ, അത് വേറെ വിഷയം. ദുനിയാവിലെ സലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന 2 പ്രതിഫലം. ഒന്നാമത്തെ പ്രതിഫലം, ചങ്ങാതി സലാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടെൻഷനില്ല, പ്രയാസമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടായാലും മനസ്സിൽ സമാധാനം. ചിലർ കണ്ടിട്ടില്ല, ക്യാൻസർ പിടിച്ച് കിടന്നാൽ, ഞാൻ എപ്പോഴും എൻ്റെ ഒരു അനുഭവം പറയാറുണ്ട്. ഞാനൊരു വീട്ടിൽ വയലിന് പോയപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം എല്ലാം കഴിച്ച് ഇറങ്ങുന്ന സമയത്ത് മക്കൾ 2 പേരും എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഉസ്താദെ എൻ്റെ ഉമ്മായിക്ക് ക്യാൻസറാണ്. ഉമ്മാനോട് പറഞ്ഞിരിക്കുന്നത് വയറ്റുവേദനയാണെന്നാണ്. ഉമ്മായിക്ക് അറിയത്തില്ല. ഉസ്താദ് എന്ത് ചെയ്യണം? ഉമ്മായിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഞാൻ വിചാരിച്ചു, അല്ലാഹ് എന്ത് മക്കൾ റബ്ബേ ഇല്ലേ, ഉമ്മാനോട് ഇത്രയും സ്നേഹമുള്ള മക്കളോ. അൽഹംദുലില്ലാഹ്, ഉമ്മാനെ അറിയിക്കാതെ ഉമ്മായിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് മനസ്സിൽ കൊണ്ടു നടക്കുന്ന മക്കൾ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇറങ്ങാൻ സമയമായപ്പോൾ ആ ഉമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദിനോടൊന്ന് സംസാരിക്കണോ? അപ്പൊ ഞാനും മക്കളും മക്കളോട് നിങ്ങളൊക്കെ പുറത്തു പോകാൻ പറഞ്ഞു. മക്കളൊക്കെ പോയി. ആ കതവം അടച്ചേക്കാൻ പറഞ്ഞു. ഈ ഉമ്മ എന്നോട് പറയുക, എനിക്ക് ക്യാൻസർ ആണെന്ന് എൻ്റെ മക്കൾക്ക് അറിയുന്നതിന് മുമ്പേ എനിക്കറിയാം ഉസ്താദെ. എനിക്ക് ക്യാൻസർ ആണെന്ന് ഡോക്ടർ ആദ്യം പറഞ്ഞ എന്നോടാ. പക്ഷേ എൻ്റെ മക്കൾ വിചാരിച്ചിരിക്കുന്നത് എനിക്കറിയില്ല എന്ന്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, എനിക്കറിയാന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളുടെ മനസ്സ് വേദനിക്കുമല്ലോ ഉസ്താദ്. ഓ, ഇതിലാരാ യഥാർത്ഥത്തിൽ എങ്ങനെയാ ചില ആൾക്കാർ. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത്, ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ടും അൽഹംദുലില്ലാഹ് കുഴപ്പമൊന്നുമില്ലല്ലോ. എൻ്റെ അടുത്ത് ആരെങ്കിലും രോഗിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വട്ടേ പറയൂ, പിന്നെ പറയൂല. രോഗിയാണെന്ന് പറയുന്ന ആളോട് എന്തോ പ്രയാസം, ദുഃഖം അങ്ങനെയല്ല പറയേണ്ടത്. ഒരാൾ വന്നിട്ട് രോഗിയാണെന്ന്, ഇപ്പോൾ ഒരാൾ അടുത്ത് പറയുക, ഉസ്താദ് എനിക്ക് ക്യാൻസറാ, അല്ലെങ്കിൽ എനിക്ക് സുഖമില്ല, ചോദിക്കണം, കിടന്ന് മൂത്രമൊഴിക്കണം എത്ര പേരുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താ ഉള്ളത്? അൽഹംദുലില്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്തു പ്രയാസമുണ്ടായാലും മനസ്സിൽ സമാധാനം വേണം. ആ സമാധാനം കിട്ടാനുള്ള വഴി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി സലാത്ത് പറഞ്ഞാൽ മതി. സലാത്ത് എന്ന് പറഞ്ഞ വെറുതെ പറയരുത്, വെറുതെ പറഞ്ഞാൽ പോരാ. ആ മദീനയിലെ പച്ച കുബ്ബ ഇങ്ങനെ മുമ്പിൽ വരണം. അതിന്റെ മുന്നിലിരുന്ന് കണ്ട് സലാത്ത് പറയുന്നൊരു ഫീലിംഗ് വേണം. അങ്ങനെ വേണം സലാത്ത് പറയാൻ. ആ സലാത്തിന് വല്ലാത്ത പ്രതിഫലമാണ്. അള്ളാഹു നമുക്ക് അങ്ങനെ പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെ സലാത്ത് പറയാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, 1 നിന്റെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങൾക്കും പരിഹാരം, 2 പാവങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സ്വലാത്ത് പറയുന്നതിലൂടെ അള്ളാഹു നമ്മുടെ പാവം പുറത്തു തരും. അതല്ലേ നമുക്കും വേണ്ടേ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 100 സലാത്ത് പറയണമെന്നൊന്നും ഞാൻ പറയൂല. ഒരു ദിവസം ഒരു 10 പ്രാവശ്യമെങ്കിലും സലാത്ത് പറയണം, ഏറ്റവും കുറഞ്ഞത്. അത് നിത്യത പറഞ്ഞേ. റമളാൻ മാസം എത്തുമ്പോൾ തഹജ്ജുദ് നിസ്കാരം, സുന്നത്തും ഫർദും തറാവീഹ് എന്തൊക്കെയാ പറച്ച. തറാവീഹ് റമളാൻ കഴിഞ്ഞാലും പോയി. ചെയ്യുന്ന അമലുകൾ ചെറുതാണെങ്കിലും നിത്യമായി ചെയ്യുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കൂടുതലൊന്നുമില്ല, പള്ളിയിൽ വരും, സുന്നത്ത് നിസ്കരിക്കും, ഫർദ് നിസ്കരിക്കും, പോകും, ഇത്രയേ ഉള്ളൂ. തഹജ്ജുദ് ഉണ്ടെങ്കിൽ ഏതൊരു അമലാണെങ്കിലും ചെയ്യുന്നത് നിത്യമാക്കണം. എല്ലാം കൂടെ വാരിക്കൂട്ടി വെക്കലല്ല. ചെയ്യുന്നത് ചെറുതാണെങ്കിലും അത് നിത്യമായിട്ട് ചെയ്യല. അതുകൊണ്ട് 1000 പറയണമെന്നാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ ഞാൻ ഇപ്പൊ പറയണേ, എന്തേ, നമ്മളൊക്കെ ജോലിയും തിരക്കും ഉള്ളവരാ. ഏറ്റവും കുറഞ്ഞത് ഒരു 10 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ്. അതിന്റെ പ്രതിഫലം ഞാൻ ജുമായ്ക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹു പറയാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഈ റബീഉൽ അവ്വൽ 12 ഒരു നല്ല തീരുമാനമല്ലേ ഇൻഷാ അല്ലാഹ്. 10 സലാത്ത്, 100ഒന്നുമില്ല. പറഞ്ഞൂടെ? ഓർമ്മയുള്ള കാലത്തോളം, ബുദ്ധിയുള്ള കാലത്തോളം ഉസ്താദെ മരിക്കുന്നത് വരെ പറയും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിയ്യത്ത് ചെയ്ത ഒന്ന് കൈവക്കിയിട്ട്
ഇൻഷാ അല്ലാഹ്. എങ്കിൽ രക്ഷപ്പെട്ടു. ഈ കൈ കൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമുക്ക് അള്ളാഹു മുത്ത് നബിയെ സ്വപ്നം കാണാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കണ്ട ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എത്ര കൊല്ലമായി? പ്രസിഡന്റ് എത്ര വയസ്സായി? അത് പറയാൻ മടിയെന്താ? 50 വയസ്സ്. പോട്ടെ. അന്നേ എത്ര വയസ്സായി? 45. 55. അപ്പൊ പ്രസിഡന്റിനെക്കാളും കാക്കായ അൻസാരിയാണ്. ശരിയാണ്. 50 വർഷമായിട്ട് നബിദിനം ആഘോഷിക്കുന്നു. 55 വർഷമായിട്ട് നബിദിനം ആഘോഷിക്കുന്നു. 55-നെക്കാളും കൂടുതലുള്ള ആരെങ്കിലും ഉണ്ടോ? അപ്പ അൽഹംദുലില്ലാഹ്. നമ്മുടെ ഖജാൻജിക്ക് എത്ര വയസ്സുണ്ടോ? 61. കുലുവത്തൊക്കെ നിങ്ങൾക്ക് പോയി. 64-നെക്കാളും കൂടുതലുള്ള ആരെങ്കിലും ഉണ്ട്? പോയി. അവിടെയും പോയി. അപ്പൊ നിങ്ങളെല്ലാം ഒറ്റ ടീമുകളാണ്. അവിടെ എത്ര? 67. അൽഹംദുലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ 63 പറഞ്ഞത്. ഇപ്പൊ 67. അള്ളാഹു ദീർഘായുസ്സ് അനുഗ്രഹിക്കുമാറാണ്. കാരണം അത്രയും കാലം ഇബാദത്ത് ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടിയില്ല. എടുത്ത് ഈ തിരുവല്ലയിലും കണ്ട ഒരു അച്ഛനില്ലേ, 103 വയസ്സുള്ള തിരുമേനിയാ. എന്തോ ഈ അടുത്ത് വേറെ ഒരാളുടെ ഫ്ലെക്സ് കണ്ടായിരുന്നു. ഇപ്പൊ 103 വയസ്സ്. ചിന്തിച്ചു നോക്ക്. ദീർഘായുസ്. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ കിട്ടിയ വലിയ ഭാഗ്യമാണ്. അള്ളാഹു നമുക്ക് ഈ ദീർഘായുസ് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് 67 വയസ്സ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. മാർക്കറ്റിലല്ലേ ജോലി ചെയ്യണത്? അദ്ദേഹത്തിന്റെ കുടുംബമല്ലേ? അൽഹംദുലില്ലാഹ്. അള്ളാഹു അദ്ദേഹത്തിന് മാർക്കറ്റിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. ആമീൻ പറയാങ്ങാതി. കാരണം അവിടെ നിന്നല്ലേ നല്ല മത്സ്യം കിട്ടണേ. ഹലാൽ അതല്ലേ ഉള്ളൂ. എടാ, കോഴിക്കടയിൽ പോയാൽ അവൻ്റെ അടുത്ത് ചോദിക്കണം പേരെന്താന്ന്. കോഴിക്കടയിൽ പോയാൽ അവൻ്റെ അടുത്ത് ചോദിക്കണം. ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ ഒരു കോഴിക്കടയിൽ പോയി. കാരണം പേര് ചോദിക്കണോ? അപ്പൊ അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ പേരെന്ന്? ബിസ്മി ഇല്ലേ? എൻ്റെ അടുത്ത് ചോദിക്കുക ബിസ്മി എന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അവനോട് പറഞ്ഞു ബിസ്മി പറഞ്ഞ് അറക്കണമെന്ന്. അപ്പൊ അവന് വേറൊരുത്തൻ്റെ പേര്. അപ്പൊ ഞാൻ തന്നെ എന്ത് ചെയ്ത് ബിസ്മി പറഞ്ഞിട്ട് അറുത്തു. എൻ്റെ തൊട്ട് പുറകിൽ ഒരു മുസ്ലിം കാക്ക വന്നു. അങ്ങാരി മിണ്ടാ നിൽക്കുക, ഓൻ അറക്കട്ടെ എന്ന്. എടാ, ഈ കോഴിയെ ബിസ്മി പറയാതെ അറുത്താൽ അത് തിന്നാൻ പാടുണ്ടോ? കുഴിച്ചിടണമെന്നല്ലേ പറഞ്ഞു? ഹറാമല്ലേ? 40 ദിവസത്തെ ദുആയ്ക്ക് ഉത്തരം കിട്ടുമോ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ മീനിന് ഇവന് അങ്ങനത്തെ ഒരു നിയമം ഇല്ലല്ലോ. മീനിന് അങ്ങനെ ഒരു നിയമം ഇല്ലല്ലോ. ഹലാല് ഹറാമ് നോക്കേണ്ട കാര്യമില്ലല്ലോ. കോഴി അറുത്ത വരുന്നല്ലേ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു അഭിവൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ അവിടെ കൂടുതൽ നേരം നിൽക്കണ്ട കേട്ടാ. ഉണ്ടാവും കൂടുതൽ സമയം. നമ്മുടെ ജോലി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കരുത്. കാരണം എന്തറിയോ? പിന്നെ നമ്മൾ ചോദിക്കും ഉസ്താദ്, അതിന് ഞാൻ ഒന്നും പറയുന്നില്ല. ഉസ്താദ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ മാർക്കറ്റിലെ കാര്യങ്ങളൊക്കെ. എൻ്റെ പൊന്നാര ചങ്ങാതി പറയണ്ട, കേൾക്കുന്നത് പാവല്ലേ, കേൾക്കുന്നതും ആവശ്യം കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞു വിട്ടേക്കണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു അവിടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ അള്ളാഹു 2 ആയത്ത് ഉപ്പാന്റെ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാന്. വീടിന്റെ അകത്ത് കടന്ന് ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس. കോഴിക്കോട് ഐസിവിൽ കിടക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ബഹ്റൈൻ നീ തട്ടിക്കളയല്ല റബ്ബ്. അല്ലാഹുവേ, ഈ ദുആയ നീ സ്വീകരിക്കണേ അല്ലാ. ഇവിടെ നിന്നിറങ്ങി പോകുമ്പോ സർവ്വ പാപങ്ങളും പുറത്തവരായി നിലയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവരെ, നീ ഞങ്ങളെ ആട്ടി ഓടിക്കല്ലേ റഹ്മാന്. പോകാൻ വേറെ ഒരു സ്ഥലമില്ല തമ്പുരാന്. എത്ര പാപം ചെയ്താലും പുറത്തു തരാൻ കഴിവുള്ള റബ്ബ്, നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. മണ്ണറ മണിയറയാക്കണേ അല്ലാ. മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാ. സ്വർഗ്ഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ.
അവരുടെ പൊരുത്തം നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. വീടിൻ്റെ അകത്ത് കിടന്ന് നിലവിളിക്കുന്നത് കാണേണ്ട അവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. അല്ലാഹുവേ, കരുണക്കടലായ പടച്ച റബ്ബേ, ഞങ്ങളിൽ പലരും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റബ്ബേ. രോഗം തരുന്നവൻ നീയാണല്ലാ. അത് മാറ്റാൻ നിനക്കൊരു മരുന്ന് ആവശ്യമില്ലല്ലോ അല്ലാ. പടച്ചവനെ, മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. അറുത്തു മുറിക്കല്ലേ അല്ലാ, കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാ മാറാത്ത രോഗങ്ങൾ തരല്ലേ അല്ലാ. ക്യാൻസർ തരല്ലേ അല്ലാ, ട്യൂമർ നൽകല്ലേ അല്ലാ, കിഡ്നി തകർക്കല്ലേ അല്ലാ, ശരീരം തളർത്തല്ലേ അല്ലാ. പടച്ചവനെ, പുറത്തു പറയാൻ മടിക്കുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. ഭാര്യയും മക്കളും ബന്ധുക്കളും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യമാരെ നീ സാലിഹത്തുകളാക്കണേ അല്ലാ. അല്ലാഹുവേ, ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ നിൽക്കുന്നവരാക്കണേ അല്ലാ. നിന്നെ പേടിയുള്ള ഭാര്യമാരാക്കണേ അല്ലാ. പടച്ചവനെ, കണ്ണിന് കുളിർമയുള്ള മക്കളെ നൽകണേ അല്ലാ. ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നരകം വാങ്ങിത്തരുന്ന മക്കളാക്കല്ലേ അല്ലാ. ഞങ്ങളെ നാളെ റബ്ബിന്റെ മുന്നിൽ എന്റെ മാതാപിതാക്കൾക്ക് നരകം കൊടുക്കണേ എന്ന് പറയുന്ന മക്കളാക്കല്ലേ അല്ലാ. പടച്ച റബ്ബേ, എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാ. ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന പാപത്തിന്റെ പേരിൽ ഞങ്ങളുടെ അവസാനം നീ മോശമാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ അവസാനം മോശമാക്കല്ലേ അല്ലാ. കാഫിറായി ചത്തുപോകുന്ന അവസ്ഥയെ തൊട്ട് നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ റബ്ബേ, ഈ ദുആയ നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് റബ്ബേ. എല്ലാവരുടെയും ആഗ്രഹം നിനക്കറിയാമല്ലോ അല്ലാ. അവരെ നീ കൈവിടല്ലേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അവർക്ക് സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഒരുമിച്ച് കൂടി എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ സദസ്സിലിരിക്കുന്ന പണ്ഡിതന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അൽ ഉലമാ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ അല്ലാ. പ്രത്യേകിച്ച് റബ്ബേ, സലീം ഉസ്താദിനെ നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. 10-27 കൊല്ലമായിട്ട് റബ്ബേ, അദ്ദേഹം അവിടെ പടച്ചവനെ ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഭാര്യ വല്ലാത്ത പ്രയാസത്തിലാണ്, രോഗങ്ങൾക്ക് ശിഫ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, സ്വന്തമായിട്ടൊരു ഭവനം സ്വപ്നമാണ് റബ്ബേ, നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ജമാഅത്തിന്റെ പരിപാലന സമിതി ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവരുടെ ദുനിയാവും ആഖിറവും നീ വെളിച്ചത്തിലാക്കണേ അല്ലാ. പലരും പടച്ചവനെ ഇവിടെ വരാൻ കഴിയാതെ മൊബൈലും കയ്യിൽ പിടിച്ച് വീട്ടിലിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുടെ സഹോദരിമാര് എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. മണിക്കൂറുകളായി റബ്ബേ ഈ ദുആയും പ്രതീക്ഷിച്ച് ഇരിക്കുന്ന എന്റെ ഉമ്മ പെങ്ങന്മാര് നീ കൈവിടല്ലേ അല്ലാ. പടച്ചവരെ, ഈ പ്രഭാഷണം ലൈവ് കാണുന്ന കണ്ണുകൾ, ആ കണ്ണുകൾ കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരിക്കുന്നതിന് മുമ്പ് സ്വപ്നം കാണാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്ന് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അവരുടെ ആഗ്രഹങ്ങൾ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. പടച്ചവനെ, പ്രവാസികളെ നീ കൈവിടല്ലേ തമ്പുരാന്. അവര് വല്ലാത്ത പ്രയാസത്തിലാണ്. അവരുടെ ജോലിയിൽ സ്ഥിരത നൽകണേ തമ്പുരാന്. നാട്ടിൽ വരാൻ കഴിയാതെ കഷ്ടപ്പെടുന്നവരുണ്ട് തമ്പുരാന്. അവർക്ക് നീ ഒരു വഴി തുറന്നു കൊടുക്കണേ റഹ്മാന്. സമാധാനം നൽകണേ തമ്പുരാന്. നല്ല ജീവിതം നൽകണേ തമ്പുരാന്. പടച്ചവനെ, കൊല്ലത്തുള്ള ഒരു സഹോദരന്, ഉസ്താദേ, ഒരു സാലിഹത്തായ ഒരു പെണ്ണിനെ എനിക്ക് കിട്ടണം ഉസ്താദ്. എന്റെ ഉമ്മ
ഉമ്മാനെ പൊന്നുപോലെ നോക്കുന്ന ഒരു പെണ്ണിനെ എനിക്ക് വേണം. അല്ലാഹുവേ, വിദേശത്താണ് തമ്പുരാന്, ആ പൊന്നുമോനെ നീ സ്വീകരിക്കണേ അല്ലാ. സാലിഹത്തായ ഒരു പെണ്ണിനെ കൊടുക്കണേ അല്ലാ. പടച്ചവരെ, നീളം കുറവാണ് തമ്പുരാന്, എങ്കിലും റബ്ബേ നീ കരുണ കാണിക്കണേ അല്ലാ. ഉമ്മായിക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. ഏത് കാര്യത്തിന് വേണ്ടിയും മുൻപന്തിയിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനാണ് റബ്ബേ. ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, ഈ 12 ദിവസവും അല്ലാഹുവേ മൗലിദിന് ഭക്ഷണം കൊടുത്തവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ ക്ലാസ്സിന് ഭക്ഷണം കൊടുക്കുന്നവരെ അനുഗ്രഹിക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഇന്ന് ഭക്ഷണം കൊടുക്കുന്നവർക്ക് സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുക്കണേ തമ്പുരാന്. ഹൗദുൽ കൗസർ കൊടുക്കണേ തമ്പുരാന്. എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ തമ്പുരാന്. അല്ലാഹുവേ, ഒരു സ്വന്തം മകനെ പോലെ സ്നേഹിക്കുന്ന ആലപ്പുഴയിലുള്ള യൂസുഫിന്റെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. വാപ്പയും മക്കളും വാടക വീട്ടിലാണ്, ഒരു സ്വന്തം ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ആ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ റബ്ബേ, ആ കുടുംബത്തിന് നീ സ്വർഗത്തിലും ഒരുമിപ്പിക്കണേ തമ്പുരാന്. പടച്ചവനെ, ഈ ദുആയ നീ കബൂലാക്കണേ റഹ്മാന്. സ്വീകരിക്കണേ തമ്പുരാന്. ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാതെ കൊണ്ടുപോയി കബറടക്കുന്ന മരണത്തിനെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ആരുടെയും മയ്യത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നൊരവസ്ഥ വരുത്തല്ലേ റബ്ബേ. അല്ലാ റബ്ബേ, പെട്ടെന്ന് ഞങ്ങളെ മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ പടച്ചവരെ. ഞങ്ങളുടെ ഭാര്യമാരെ നീ വിധവകളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് ഞങ്ങളെ കൊണ്ട് നീ കാണിപ്പിക്കല്ലേ റബ്ബേ. ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കബറടക്കേണ്ട അവസ്ഥ തരല്ലേ റഹ്മാന്. അല്ലാഹുവേ, നിന്റെ മുന്നിൽ ഉയർത്തുന്ന ഈ കരങ്ങൾ ലോകത്താരുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ തരല്ലേ തമ്പുരാന്. ഇസ്സത്ത് നിലനിർത്തണേ റഹ്മാന്. ഇസ്സത്ത് നിലനിർത്തണേ തമ്പുരാന്. അല്ലാഹുവേ, ഈ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാ ഭാഗ്യം നൽകണേ പടച്ചവനെ. ഷബീർ എന്ന സഹോദരന്റെ സദക്ക നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ഉപ്പായി ഉമ്മായിക്കും വേണ്ടി ദുആ ചെയ്യാൻ സദക്ക നൽകി സ്വീകരിക്കണേ അല്ലാ. കണ്ണൂരിൽ നിന്ന് പടച്ചവനെ മൻഷാദ് എന്ന് പറയുന്ന സഹോദരൻ, അല്ലാഹുവേ, ഈ സദക്ക നീ സ്വീകരിക്കണേ തമ്പുരാന്. ആഫിയത്തും ദീർഘായുസ്സും നൽകണേ തമ്പുരാന്. അവന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാന്. പടച്ചവനെ, ചിക്കു ബാംഗ്ലൂരിൽ നിന്നൊരു സഹോദരൻ 6666 രൂപ. അല്ലാഹുവേ, ആഗ്രഹം നിനക്കറിയാമല്ലോ, ആഗ്രഹം നിനക്കറിയാമല്ലോ. കൈവിടല്ലേ അല്ലാ. പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. പടച്ചവരെ, ഈ പ്രഭാഷണം ലൈവ് ചെയ്യുന്ന സഹോദരങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. പടച്ച റബ്ബേ, ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ എല്ലാം നിന്നെ ഏൽപ്പിക്കുന്നു, നീ കൈവിടല്ലേ തമ്പുരാന്. പടച്ചവനെ, പ്രവാചകന്റെ മേലെ സ്വലാത്ത് പറയുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാന്. അല്ലാഹുവേ, പടച്ചവനെ, ആ സ്വലാത്തുകൾ മുഴുവനും അവസാന വെള്ളിയാഴ്ച ഹദിയ ചെയ്യുമ്പോ ആ ദുആയിൽ പങ്കെടുക്കാൻ ഭാഗ്യം നൽകണേ തമ്പുരാന്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാന്. അല്ലാഹുവേ, എൻ്റെ പ്രിയപ്പെട്ട വാപ്പാട മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. ഒരുപാട് കഷ്ടപ്പെട്ടു വളർത്തിയതാ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ആ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. പടച്ചവനെ, ഉമ്മായിക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാ. ഉമ്മാടെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ അല്ലാ. പടച്ചവനെ, എൻ്റെ കൂടപ്പുറപ്പുകളെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, എൻ്റെ ഭാര്യയെ നീ സാലിഹത്താക്കണേ അല്ലാ.
അവരുടെ ഉപ്പ വല്ലാത്ത അവസ്ഥയിലാണ്. ശിഫ കൊടുക്കണേ പടച്ചവൻ, ആഫിയത്ത് കൊടുക്കണേ തമ്പുരാന്. എൻ്റെ 2 മക്കളും എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ ഈ ശബ്ദം നിലനിർത്തണേ പടച്ചവന്. അല്ലാഹുവേ അഹങ്കാരം തരല്ലേ റബ്ബേ. ജീവിതത്തിൽ ഒരുപാട് പിഴവുകൾ വന്നുപോയി, എല്ലാം നിന്റെ കരുണ കൊണ്ട് പുറത്തു തരണേ അല്ലാ. അല്ലാഹുവേ ഈ ലോകത്ത് നീ ആരെയെല്ലാം ഇഷ്ടപ്പെടുന്നു അവരുടെ ബർക്കത്ത് കൊണ്ട് എൻ്റെ രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാ, ശിഫയാക്കണേ റബ്ബേ. അല്ലാഹുവേ ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ലേ അല്ലാ. ഹാഫിളീങ്ങളുണ്ട് പടച്ചവനെ, ആലിമീങ്ങളുണ്ട് പടച്ചവനെ, ഹജ്ജ് ചെയ്തവരുണ്ട് റഹ്മാനെ, ഉംറ ചെയ്തവരുണ്ട് റഹ്മാനെ, കൊച്ചു കുട്ടികളുണ്ട് റഹ്മാനെ, പ്രായമുള്ളവരുണ്ട് റഹ്മാനെ. അല്ലാഹുവേ സദക്ക ചെയ്ത സദസ്സാണ് റബ്ബേ, വർഷങ്ങളായി സുജൂദ് ചെയ്യുന്ന നിന്റെ പള്ളിയാണ് റബ്ബേ, മുത്തുനബിയുടെ മദ്ഹ് പറഞ്ഞ സദസ്സാണല്ലാ. റബീഉൽ അവ്വൽ 12ന്റെ രാവാ അല്ലാ. ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ലേ അല്ലാ, ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ലേ അല്ലാ. ഈ മജ്ലിസ് അവസാന മജ്ലിസാക്കല്ലേ അല്ലാ, ഈ ദുആ അവസാന ദുആക്കല്ലേ അല്ലാ. അല്ലാ ഈ രാത്രി അവസാന രാത്രിയാക്കല്ലേ അല്ലാ. ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു നാളെ രാവിലെ സുബഹിക്ക് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചു പോയാൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ അല്ലാ, തൗബയാക്കണേ റബ്ബേ, തൗബയാക്കണേ നാഥാ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.